സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണി വീണ്ടും ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ്. ശബരിമലയിലെ യുവതീ പ്രവേശം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്. ശബരിമലയിൽ ഒരിക്കൽ കൈ പൊള്ളിയതാണ് ഇടതുപക്ഷത്തിന്. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതാക്കൾ അകത്തായത് CPM-നെ ചെറുതല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അപ്പോഴാണ് ഇടുത്തി പോലെ അടുത്ത പ്രശ്നം വരുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നു. ഏപ്രിലിൽ വാദം തുടങ്ങും. നിലപാട് മാറ്റണം എന്ന് സർക്കാരിനോട് NSS ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇടതുമുന്നണി പ്രതിസന്ധി എങ്ങനെ മറികടക്കും? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM-നെ വിരിഞ്ഞു മുറുക്കുമോ ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച നിലപാട്? നവോത്ഥാനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും ഒക്കെ മൊത്ത കച്ചവടക്കാർ എന്നവകാശപ്പെടുന്ന CPM ഒടുവിൽ നിലപാട് തിരുത്തുമോ? ഇതുവരെ ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കൾ എന്ന് പരിഹസിച്ചവർക്കൊപ്പം ചേരേണ്ടി വരുമോ CPM-ന്? അതോ ഈ പ്രതിസന്ധിയും അവർ മറികടക്കുമോ? ഇടതുമുന്നണി എന്തു ചെയ്യും? ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നു ഈ വിഷയം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ആദ്യ പ്രേക്ഷകൻ ചേരുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ കാശുമണി. പാലക്കാട് ആലത്തൂരുകാരനാണ്. ആലത്തൂര് വണ്ടാഴി പഞ്ചായത്ത്. വണ്ടാഴിയാണ്. അപ്പൊ ആലത്തൂരിൽ നിന്ന് കുറെ ദൂരം അങ്ങോട്ട് പോകണം വണ്ടാഴിയിലേക്ക് എത്തണം. ആലത്തൂര് 10 രൂപ 15 രൂപ ചാർജ്. 15 രൂപ. ഞങ്ങളുടെ CPM-ന്റെ കോട്ടയാണ് മണ്ഡലം. ആണോ? അതെ, ആലത്തൂർ മണ്ഡലം പറഞ്ഞാൽ ലോകം പേര് കെട്ടാണല്ലോ കേരളം. അപ്പൊ ഈ അപ്പൊ അവിടുത്തെ ഒരു CPM നേതാക്കൾ, പ്രവർത്തകർ ഒക്കെ എന്താണ് പറയുന്നത്? ശ്രീ കാശുമണി, ഈ പ്രതിസന്ധി CPM-ന് അതിജീവിക്കാൻ കഴിയുമോ? അതോ ഇത് ശബരിമല വിഷയം ഒരിക്കൽ കൂടി ഒരു പ്രതിരോധത്തിലാക്കുമോ CPM-നെ? ഞാനൊരു കാര്യം ഇവിടെ, ഞാൻ 89 പ്രാവശ്യം ശബരിമലയിൽ പോയിട്ട് ഈ പ്രാവശ്യം 2 പ്രാവശ്യം പോയി വന്ന ആളാണ്. എന്റെ മകൻ ഇന്നലെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ദൈവിച്ചുള്ള രാശിയും വേറെ ദൈവം വേറെ. പക്ഷെ രാശിയും ദൈവത്തിനോട് കളിക്കരുത് ആരും. അപ്പൊ ശ്രീ കാശുമണി CPM-കാരനാണോ? ഞാൻ രാശിക്കാരനാണ്, അത് വേറെ കാര്യം. രാശിക്കാരനാണ്. പക്ഷെ ഈ ശബരിമല വിഷയത്തിൽ ആ നിലപാടിനോട് യോജിപ്പില്ല, അതാണ്, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ സ്ത്രീകളിൽ കേറ്റു പറഞ്ഞില്ലേ, അതിലെനിക്ക് 100-ല് 200 താല്പര്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് CPM-നെ ഏത് തരത്തിൽ ബാധിക്കും? അവര് നിലപാട് മാറ്റുമോ? എന്താണ് നിങ്ങൾ പാർട്ടി പ്രവർത്തകർ എന്നതിൽ മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഞാൻ TV-യിൽ ഇത്ര നേരം ചാനല് കണ്ടിട്ട് MP ഗോവിന്ദൻ പറഞ്ഞ വേസ്റ്റ് വെഡിത്തരമാണ് മാത്രം. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയുന്നതിനാണോ വെഡിത്തരം എന്ന് പറയുന്നത്? അയാള് വായി പൊളിച്ച നുണ മാത്രമേ ഉള്ളൂ. അപ്പൊ ശ്രീ കാശുമണി CPM-കാരൻ അല്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അല്ലല്ല, ഞാൻ ഇതിപ്പോ എന്റെ വാർഡിൽ അങ്ങയുടെ പാർട്ടി സെക്രട്ടറി വാ പൊളിച്ചാൽ നുണ മാത്രം പറയുന്ന ആളാണെന്ന് പറയുമ്പോ അങ്ങനെയാണ് CPM-കാരനാണ്. എന്റെ വാർഡിൽ ഇത്രയും കാലം 8ാം വാർഡിൽ ജയിക്കുന്ന CPM-കാരനാണ്ട് ഒരാളില്ല. അത് ശരി. അതാ എന്റെ കൂട്ടുകാരനാണ് സന്തോഷം. CPM-കാരൻ സാധാരണ 15 വോട്ടിന് ജയിച്ച ആള് ഈ പ്രാവശ്യം 675 വോട്ടിനാണ് ജയിപ്പിച്ചു ഞങ്ങളെ. പക്ഷെ ഞാൻ ഏത് പാർട്ടിയായാലും ജയിപ്പിച്ചല്ലോ. ശരി. അപ്പൊ അങ്ങ് എന്താ ചെയ്യുന്നത് ശ്രീ കാശുമണി? ഞാന് ഒരു തൊഴിലാളിയാണ്. പക്ഷെ ഇപ്പോ തൊഴിലാളിയാണോ? പണിയൊന്നുമില്ല എങ്ങനെ ഉണ്ടാതിരിക്കണം. ശരി. അപ്പൊ കർഷക തൊഴിലാളി ആയിരുന്നു. എന്താണ് തൊഴിൽ? കർഷക തൊഴിലാളി ആയിരുന്നോ? കർഷക തൊഴിലാളി. മൺപാത്രം നമ്മളെ കറിവേക്കുന്ന ചട്ടികളൊക്കെ മൺപാത്രം അതുണ്ടാക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, തികഞ്ഞ അയ്യപ്പ ഭക്തനാണ് അല്ലേ? അതൊന്നും അപ്പൊ അങ്ങ് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായി ആഗ്രഹിക്കുന്നത് ഈ നിലപാട് പാർട്ടി മാറ്റണം, യുവതീ പ്രവേശം അനുവദിക്കരുത് എന്ന നിലപാടിലേക്ക് സർക്കാർ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. BJP ഒക്കെ, ഞാൻ കോൺഗ്രസ് ഒക്കെ, CPM രാഷ്ട്രീയം വേറെ ദൈവം വേറെ. ശരി. പക്ഷെ ദൈവത്തിന്റെ ഒരു മുതലും എടുത്ത് ഒരാള് തിന്നാൻ പാടില്ല. ശരി. നമുക്ക് പറ്റുന്ന 1 രൂപ കാണിക്കുക, അവിടെ ഇടുക. ശരി, വ്യക്തമാണ്. നമ്മൾ രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പൊ ശ്രീ ശശിധരൻ വയലാറിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ശശിധരൻ, കുറെ ദിവസമായി അങ്ങേ ആയിട്ട് സംസാരിച്ചിട്ട്. ഇന്ന് കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷം. തിങ്കളാഴ്ച നല്ല ദിവസം.
അങ്ങനെയുണ്ട്. ഒരു സിനിമയുടെ പേരാണത് അല്ലേ? എന്തായിരുന്നു വല്ല വിഷയം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ചില ചികിത്സ ആയുർവേദ ഒരു സുഖചികിത്സയുമായൊക്കെ ബന്ധപ്പെട്ടൊന്ന് മാറി നിന്നാണ്. പിന്നെ എല്ലാ ദിവസവും കാണുമ്പോൾ ശ്രീ ശശിധരനൊന്നും എന്നെ ഒരു എണ്ണമുണ്ടോ എന്ന് അറിയണ്ടേ, അപ്പോൾ ചില കാണാതായാൽ അന്വേഷിക്കുമോ എന്നൊക്കെ അറിയണ്ടേ, അപ്പോൾ അതിനുവേണ്ടി ഒന്ന് മാറി. അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതെ അതെ, അത് ഞാൻ അറിഞ്ഞു. സ്വന്തം ചികിത്സയായിരുന്നോ? അല്ലല്ല, അമ്മയ്ക്കായിരുന്നോ? അല്ല, എൻ്റെ സ്വന്തം ചികിത്സ എനിക്ക് തന്നെയായിരുന്നു. ഞാൻ വെച്ചാൽ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചു. അങ്ങനെ. അമ്മ സുഖമായിരിക്കണോ? അമ്മയ്ക്കല്ല, എനിക്ക് തന്നെയായിരുന്നു. അമ്മ ഇപ്പൊ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ. യെസ്, സന്തോഷം. എന്നും ആരോഗ്യവാനായിട്ട് ഇതുപോലെ ഉഷാറായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. യെസ്. എന്തോ ഭയങ്കര ഒരു ഡിസ്റ്റൻസ് സംഭവിച്ച പോലെ തോന്നുന്നുണ്ട്. ആണോ? ഇത്ര നാളായ പോലെ. പക്ഷെ എന്നെ എന്നും കാണുമ്പോൾ ശ്രീ ശശിധരൻ വയലാറിന് ഈ സ്നേഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് കാണാതാവുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്നേഹം ഉണ്ടാവുന്നത്. വിധിയുടെ കൈകൾക്ക് അറിയില്ലല്ലോ വിരഹവേദന എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഈ വിഷയത്തെ പറ്റി പറയുമ്പോ ഇത് CPM-ന് പഴയ അഫിഡവിറ്റ് തിരുത്തേണ്ടതായിട്ട് വരും 100%. അത് അവരുടെ നേതാക്കളിൽ നിന്നുള്ള പ്രതികരണം വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒന്ന് കൈപൊള്ളിയതാണ് മനു, ഇനി ചൂടുചോറ് വാരില്ല അങ്ങനെ. അപ്പൊ അതാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. വീണ്ടും തിരുത്തേണ്ടി വരുമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഗോവിന്ദൻ മാസ്റ്റർ ചെറിയ കോടതി ഇട്ടിട്ടുണ്ട്. അത് കേട്ടിരുന്നോ? പുള്ളി പറഞ്ഞത് പാർട്ടിക്കും സർക്കാരിനും രണ്ടഭിപ്രായം ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. അതൊരു തന്ത്രപരമായ നീക്കമാണ്. കാരണം അത് ഞങ്ങൾ അങ്ങനെ ശ്രീവിരുദ്ധരല്ലെന്ന് വരുത്തി തീർക്കണം കുറച്ചു പേരുടെ മുമ്പിൽ. പക്ഷെ അത് വിഡിതമാണ്. കാരണം പറഞ്ഞാൽ ഈ വിഭൂതി പ്രദേശത്തോട് ഇന്നാരും യോജിക്കുന്നില്ല. കാരണം സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അന്നത്തെ അവസ്ഥകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. 24 മണിക്കൂർ നമുക്ക് പ്രക്ഷേപണം ചെയ്ത ഈ വിഷയമല്ലേ ഇത്, ഓർമ്മയുണ്ടോ? വ്യക്തമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കാത്തുനിൽക്കുന്നുണ്ട്. ഏതായാലും കുറെ നാളുകൾക്ക് ശേഷം അങ്ങയുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നൈസ് ടു സീ യു ബാക്ക് മനു. ഹോപ്പ് യു ആൻഡ് യുവർ ഫാമിലി ആർ ഡൂയിങ് വെൽ അലോങ് വിത്ത് യുവർ ഹെൽത്ത്. അപ്പോൾ അങ്ങനെ പറയുന്നു. ദേ ഹാവ് ടു കോംപ്രമൈസ് വിത്ത് ദിയർ ഐഡിയോളജി ഡ്യൂ ടു ദ പ്രസന്റ് പൊളിറ്റിക്കൽ സിനാരിയോ എന്ന് ഷിജു എന്നോട് പറയുന്നു. ഉബൈസ് എന്നോട് പറയുന്നു, ഹിന്ദു വിശ്വാസത്തിൻ്റെ ഒരു വിരളമായ ക്ഷേത്രത്തിൻ്റെ ആർക്കും ദോഷമില്ലാത്ത പ്രത്യേകത ഒരിക്കലും നമ്മുടെ ഭരണഘടനയുടെ വീഴ്ചയായി കരുതേണ്ട ആവശ്യം ഇല്ല എന്ന് അൺബേസ് എന്നോട് പറയുന്നു. അൺബയസ്ഡ് എന്നോട് പറയുന്നു. ഓക്കെ. അഭിജിത്ത് പറയുന്നു, മനുച്ചേട്ടൻ എവിടെയായിരുന്നു, കണ്ടിട്ട് കുറേ നാളായല്ലോ. അഭിജിത്തിന് എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടായിരുന്നില്ലല്ലോ, അത് ഒരു മടുപ്പുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ കുറച്ച് ദിവസം ഒന്ന് മാറി നോക്കി. ശ്രീമതി ജയ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ എന്നെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. വളരെയധികം സന്തോഷം. എന്നെ എന്തായാലും അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ശ്രീമതി ജയ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കാണാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. നമസ്കാരം മനു. നമസ്കാരം. ഞാൻ സുഖമില്ലാതെ കിടക്കുവാന്നല്ല കരുതി, ആമേച്ച് വ്യക്തിയിലെങ്ങാനും പോയെന്ന്. പല കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ചില ഇതൊക്കെ വെച്ചു. പക്ഷേ ഈ പൊതുവേദിയും ശ്രീമതി ജയയും അങ്ങനെയുള്ള നമ്മുടെ ഈ പൊതുവേദിയൊക്കെ വിട്ട് എങ്ങനെ പോകാൻ കഴിയും? അതാ പ്രശ്നം. ഞാൻ കിരണിനോട് ചോദിച്ചു, മനു ഇനി വ്യക്തിയിലെങ്ങാനും പോയോ? എനിവേ യുവതീ പ്രവേശനം CPM-കാർക്ക് കൈപ്പൊള്ളുന്ന ഇടപാട് തന്നെയാണ് മനു. അത് അവര് തിരുത്തി പുതിയ അഫിഡവിറ്റ് അവിടെ കൊടുക്കണം. കാരണം നമ്മുടെ വിശ്വാസികളെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇത്രയും വർഷമായിട്ട് നമ്മളെ എല്ലാരും ഈ അയ്യപ്പനെ വിശ്വസിച്ച് കഴിയുന്നവരാ. എന്റെ വീട്ടിലായാലും എന്റെ ഭർത്താവിന്റെ വീട്ടിലായാലും എല്ലാ ആൾക്കാരും. അപ്പൊ അവരുടെയൊക്കെ നെഞ്ചത്തൊരു കുത്തിയതായിരുന്നു അന്ന് ഈ പെണ്ണുങ്ങളെല്ലാരും കൂടെ ഈ ശബരിമലയിൽ ഓടി കയറിയത്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരണം. അത് അവർ തിരുത്തി കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രശ്നം തന്നെ ആയിരിക്കും. പ്രതിസന്ധി തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ മനു. അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വളരെ നന്ദി. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ശ്രീ വിജയുമായി സംസാരിക്കാൻ കഴിഞ്ഞു. ശ്രീ ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീ ബാലകൃഷ്ണൻ വടകര ഇങ്ങനെ ഓർക്കുകയായിരുന്നു. കാരണം എൻ്റെ വീട്ടിലൊരു ചെറിയൊരു മാവുണ്ട്. അപ്പോൾ അത് മാവ് പൂത്തിരിക്കുന്നു. അപ്പോൾ മാങ്ങയുടെ സീസൺ തുടങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചന നൽകി. അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ വടകരയെ ഞാൻ ഓർത്തു. ശ്രീ ബാലകൃഷ്ണൻ വടകര മാങ്ങയുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങയെക്കുറിച്ച് ഓർത്തു. പക്ഷെ അങ്ങ് എന്നെ കുറിച്ച് ഓർത്തോന്ന് എനിക്കറിയില്ല, ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ. നമസ്കാരം. അങ്ങയെ കുറിച്ച് എല്ലാ ദിവസവും ഓർക്കാറുണ്ട്. പക്ഷെ അങ്ങയുടെ വിശേഷം അങ്ങ് പറഞ്ഞിട്ടറിഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കാം. താങ്കളുടെ സുഖം കൊണ്ടല്ല ആ കാര്യത്തിൽ സന്തോഷിക്കുന്നു. പക്ഷെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവർ രണ്ട് നിലപാടെടുക്കും. പാർട്ടി എന്നതാണെന്ന് പറയും, ഗവൺമെന്റ് അനുകൂലമായി എതിർത്തിട്ട് ഇവിടെ കൊടുക്കും.
പാർട്ടി അതിനെ അനുകൂലിക്കും. ഈ പ്രതിസന്ധി പക്ഷെ അങ്ങനെ അവർക്ക് കടന്നു കയറാൻ കഴിയുമോ? അതാണ് എന്റെ ചോദ്യം. അല്ല, അത് അവരുടെ നിത്യ പരിപാടിയല്ലേ സാർ. പരിപാടി ആയിക്കോട്ടെ, പക്ഷെ അവർ ജയിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പരിപാടി വിജയിക്കുമോ? അതവർ വിജയിപ്പിച്ചെടുക്കും സാർ. വിജയിപ്പിക്കും. എനിക്ക് പണ്ട് തൊട്ടേ ഒരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അടുത്ത ശ്രീ ബാലകൃഷ്ണൻ വടകര ഒരു BJP കാരനാണ്, തികഞ്ഞ RSS കാരനാണ്. പക്ഷേ CPM ജയിക്കും എന്നൊരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതായി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരു പടിക്ക് 2 പക്ഷി നടക്കും കേരളത്തിൽ. ആണ്, അത് രണ്ടും വേണം. ഈ ഒരു പ്രാവശ്യം അധികാരത്തിൽ നിന്ന് അവർ പോയാൽ അവർ വീണ്ടും വളർച്ചയിലേക്ക് വരും. കാരണം വരുന്ന മുന്നണിക്ക് ഒരു കാര്യം ചെയ്യാനാവില്ല. അപ്പൊ ഇവർ സമരമുഖത്ത് വരും, ജനങ്ങളെ ഏറ്റെടുക്കും. പക്ഷെ സത്യത്തിൽ ഇവർ തന്നെ വന്നാൽ ഇവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. നായ്ക്ക് മുട്ടൻ തേങ്ങ കിട്ടിയ അവസ്ഥയായിരിക്കും. അപ്പൊ ജനങ്ങൾ കുത്തിച്ചുകൊണ്ട് അടിച്ച് പുറത്താക്കും. മറ്റവര് ഭരണമില്ലാത്തവരുടെ തല്ലിപ്പെടുന്നതാണ്. അത് തന്നെയാണ് ലക്ഷ്യം. മുട്ടനും മനസ്സിലായോ സാറിന്റെ ലക്ഷ്യം? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ചന്ദ്രൻ നായർ കൂടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ശ്രീ ചന്ദ്രൻ നായർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ചന്ദ്രൻ നായർ, കുറെ നാളായി ചന്ദ്രൻ നായരുമായിട്ട് സംസാരിച്ചിട്ട്. മനുസാറിനെ എന്നും ഓർക്കാറുണ്ട്. മനുസാർ എപ്പോഴെങ്കിലും പ്രത്യക്ഷപ്പെടുമെന്ന് അറിയാം. അത് കാരണം കൊണ്ട് കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഏതായാലും അപ്പൊ ഞാൻ വരുമെന്ന് ഉറപ്പായിരുന്നു അല്ലേ? ചില ആളുകളൊക്കെ ഞാൻ പോയെന്ന് വിചാരിച്ചിരുന്നു. അത് കാരണം കൊണ്ട് മനുസാർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ മനുസാർ ഒളിച്ചു പോയ പോലെ ഒരു തോന്നലുണ്ട്. അത് വേണ്ട സാർ. സാർ, സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ഭാവിയിലും ഇപ്പോഴും നേരിടേണ്ടതായിട്ട് വരും. അത് കാരണം കൊണ്ട് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരെ അത്രമാത്രം വേദനിപ്പിച്ചു സാർ. അതായത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശബരിമലയിലുണ്ടായ ആ പ്രശ്നങ്ങളിൽ എന്ന് വെച്ചാൽ സ്ത്രീ ജനങ്ങൾക്ക് ഒരുപാട് അവർ പൊട്ടിക്കരയുന്ന സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയുണ്ട്. കൊച്ചു മാളികപ്പുറങ്ങൾ വരെ എന്താണെന്ന് വെച്ചാൽ സാർ അതെല്ലാം ഇവരുടെ മനസ്സിൽ കിടക്കുകയാണ് സാർ. അപ്പോ കോടതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തിരുത്തി കേരളത്തിലെ ഭക്തരോടൊപ്പം നിന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കും എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു സാർ. യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം അഭിജിത്ത് 1188 എന്നോട് പറയുന്നത്, എനിക്ക് തോന്നുന്നു അഭിജിത്ത് നവംബർ മാസത്തിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഈ 1188 എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എവിടെയായിരുന്നു കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. സുഖമാണ്. അപ്പോൾ അഭിജിത്തിനും എനിക്ക് സുഖമായി, എല്ലാം ഓക്കെ. അപ്പോൾ അഭിജിത്തിനും എൻ്റെ ആശംസകൾ. ഷിജു എന്നോട് പറയുന്നത്, മിസ്റ്റർ മനു, ഡു യു ഹാവ് എനി കോൺടാക്ട് വിത്ത് തിലകനെ നമ്മുടെ പല ആളുകൾ അന്വേഷിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പാട്ടൊക്കെ പാടുന്ന നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ കാണാനില്ല, മിസ്സിങ് ആണെന്ന് പറയുന്നു. കാണാനില്ലെന്ന് വെച്ചാൽ നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുന്നില്ല, അദ്ദേഹം അവിടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ശ്രീ തിലകൻ ഇത് ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവും, വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കും. അപ്പോൾ തിലകനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശശിധരൻ പറയുന്നു, ശ്രീ ശശിധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ശ്രീ ബാലകൃഷ്ണനെ വടകരയെ എന്തോ പരിഹസിക്കുന്നുണ്ട് യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ ഉമേഷുമായിട്ട് സംസാരിച്ച് കുറേ ദിവസങ്ങളായല്ലോ. ശ്രീ ഉമേഷ്, നമസ്കാരം. നമസ്കാരം. എന്ത് തോന്നുന്നു, ഈ വലിയൊരു പ്രതിസന്ധിയിലേക്ക് CPM പോകുമോ അതോ ഈ കടമ്പ എളുപ്പത്തിൽ അവർ ചാടി കളക്കുമോ ശ്രീ ഉമേഷ്? ഇല്ല സാർ, ഈ കടമ്പ അവർക്ക് കടക്കാൻ പ്രയാസമാണ്. എന്താന്ന് ചോദിച്ചാൽ അവർക്കിപ്പോ എന്ത് പറയണമെന്ന് അറിയാത്തൊരു സ്ഥിതി വിശേഷമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സ്ത്രീ പ്രവേശം, യുവതി പ്രവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് സത്യത്തില് വലിയൊരു നവോത്ഥാനം അല്ലെങ്കിൽ വലിയൊരു മാറ്റം ഇവർ കൊണ്ടുവന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ ആ വിധിക്ക് പിന്നാലെ ഇവര് വളരെയേറെ കളിച്ചാണ്. ഒരു നവോത്ഥാന നായകനാക്കി ഒക്കെ മാറ്റാം എന്നൊക്കെ കരുതിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. സത്യത്തിൽ കൈപൊള്ളിപ്പോയി. ഇത് ജനം അത്ര കണ്ട് ഇവരെ ഈ ഒരു സംഭവം അത്ര കണ്ട് വിലക്കെടുക്കില്ല എന്ന് ഇവര് മനസ്സിലാക്കിയില്ല. വിശ്വാസികളെ ചോദ്യം ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ വന്നപ്പോൾ ഇവര് ആ വനിതാ മതിലും അതും ഇതൊക്കെ നടത്തി സത്യത്തിൽ കൈപൊള്ളിയിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല സത്യത്തിൽ ഇവർക്ക് വലിയൊരു തലവേദനയായിരിക്കാം. ഒന്നാമത് ഓരോന്ന് കഴിയും തോറും പിന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നിരിക്കുന്ന ഒരു സമയത്താണ് എല്ലാം കട്ടിളപ്പാളി അത് ഇത് എല്ലാം പിന്നെ പ്രശ്നങ്ങൾ അതിലിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിന് തൊട്ട് മുന്നാണ് ഇനി ഇതും വരുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ദീർഘകാലത്തിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. അപ്പോൾ ഒരു പ്രേക്ഷകൻ എനിക്കൊരു ചുവന്ന ഹൃദയമൊക്കെ അയച്ചിട്ടുണ്ട്. ഞാനുണ്ടെങ്കിൽ മാത്രമേ പരിപാടി, മനു ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി ഞാൻ കാണൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ പറയരുത്, നമുക്ക് അത് ഇല്ലാത്തപ്പോഴും കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ആ സ്നേഹം, ചുവന്ന ഹൃദയത്തിനുമൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. വർഗീസ് എന്നോടൊപ്പം ചേരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ വർഗീസേ,
വലിയ കുരുക്കിലാണ് CPM എന്ന് പറയുന്നത് ശ്രീ വർഗീസ് സമ്മതിക്കൂ? അല്ല, കുരുക്കിലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും പരിഹാരമുണ്ടല്ലോ, പരിഹാരമുണ്ട്. ഇവിടെ കേരളത്തില് ഇവിടെ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തില് എതിർപ്പ് വളരെയധികം ജനങ്ങൾക്ക് ഉണ്ട് എന്ന് ബോധ്യമായപ്പോൾ അത് സർക്കാർ അത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ വേണ്ട എന്ന് വെച്ചാൽ അതിന് മുൻകൈ എടുക്കാനുള്ള തീരുമാനം നടപ്പാക്കാനോ വേണ്ടാന്ന് തീരുമാനിച്ചു. ഇപ്പൊ ആകെ രീതിയിൽ പോകുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇതിന് മുന്നേ തൊട്ട് മുന്നേ ഈ കോടതി ഇങ്ങനെ ഒരു കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത് CPM-നെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന്? അല്ല, അതിന് മാർച്ച് 14 വരെ സമയമുണ്ട്. മാർച്ച് 14 മുമ്പ് കൊടുത്താൽ പറഞ്ഞു. അപ്പൊ അത് ഇവര് ആലോചിച്ചിട്ട് ഇവര് ഉചിതമായ തീരുമാനം എടുക്കും. ഞാൻ പറയട്ടെ, ഈ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തില് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കളും BJP നേതാക്കളും പണ്ട് അനുകൂലിച്ചിട്ടില്ലേ? ഉണ്ട്. അവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു മടുക്കേണ്ട ആവശ്യമില്ല. ചെന്നിത്തല ഉൾപ്പെടെ, അല്ലെങ്കിൽ സുരേന്ദ്രൻ BJP-യുടെ സുവർണാവസരം എന്ന് പറഞ്ഞ മറ്റേ ശ്രീധരൻപിള്ള അറിയാൻ പാടില്ലേ? പിന്നെ സുപ്രീം കോടതിയിൽ കേസിന് പോയതും BJP അനുബന്ധ ആൾക്കാരാണെന്നതാണ്. അപ്പൊ ഇവിടെ NSS ഇങ്ങനെ ജനങ്ങളെ സംഘടിപ്പിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു വലിയ സമരമുഖത്ത് വന്നപ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കാൻ പറ്റുന്ന UDF-കാർ കരുതി, BJP-കാർ കരുതി. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിൽ ഇത് ഒരു ചർച്ചാ വിഷയമാകുമോ ശ്രീ? അല്ലല്ല, ഇടതുപക്ഷം ഒരിക്കലും അവർ ചെയ്തിരിക്കുന്ന വികസനം ചോദിച്ച് വോട്ട് ചോദിക്കും. സ്ത്രീ പ്രവേശനം അത് അല്ലെങ്കിൽ അമ്പലക്കൊള്ള എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കൊടിമരം തൊട്ട് വരുമ്പോൾ കോൺഗ്രസിന്റെ ആൾക്കാർക്ക് ഇതിന് പങ്ക് കണ്ടുപിടിക്കാനുള്ള പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അമ്പലക്കൊള്ള പറഞ്ഞുകൊണ്ട് വോട്ടിന് നമ്മൾ കാരണം BJP-ക്ക് അങ്ങനെ നേട്ടം കിട്ടും. ഞാൻ പറയട്ടെ, അന്ന് 12 നഗരസഭ BJP ഭരിച്ചോളൂ, എന്നിട്ട് ആൾക്കാർ നിലനിർത്താൻ പറ്റുമോ? അപ്പൊ അവിടെ ഇടതുപക്ഷമല്ലേ ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് അമ്പലക്കൊള്ള മാത്രമല്ല അന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന 5.5 ലക്ഷം പേർക്ക് കിട്ടിയിരിക്കുന്ന പട്ടയം, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് വീടുകൾ, അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ, അല്ലെങ്കിൽ നല്ല ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, ഇതെല്ലാം അവർ ജനങ്ങൾ കണക്കൂട്ടും. പവർ കട്ടില്ലാത്തൊരു കേരളം ഉണ്ടാക്കിയിരിക്കുന്നു, നല്ല സ്കൂൾ നോക്കുന്ന പുസ്തകം എത്തിച്ചിരിക്കുന്നു. ഇതൊക്കെയായിരിക്കും ഇടതുപക്ഷം നോക്കുന്നത്. അല്ലാണ്ട് ഒരു അമ്പലം മാത്രം നോക്കി വോട്ട് പിടിക്കാൻ നോക്കി നിൽക്കുന്നവര് വ്യക്തികളുടെ ലോകത്തല്ലേ. ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇടതുപക്ഷം തന്നെ വിജയിപ്പിക്കും. ഓക്കെ, അപ്പോൾ അങ്ങ് വലിയ പ്രതീക്ഷയിലാണ്. നോക്കാം, നമുക്ക് എന്തായാലും ഇതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്നും കൂടി വീണ്ടും വിശകലനം ചെയ്യാം. അപ്പോൾ എന്നോടൊപ്പം ശ്രീനിവാസൻ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, തെരഞ്ഞെടുപ്പിൽ വികസനവും സർക്കാരിൻ്റെ നേട്ടങ്ങളും ഒക്കെ ആയിരിക്കും കൂടുതൽ ജനങ്ങൾ കാണുക. അമ്പലത്തിൻ്റെ കാര്യം അത്ര ചർച്ചയാകില്ല എന്ന് പറയുന്നത് ശ്രീനിവാസൻ അംഗീകരിക്കുമോ? ഇല്ല, അംഗീകരിക്കില്ല. കാരണം പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഓടാൻ പോകും. ഓടിയോടത്തിൽ പുല്ല് മുളക്കില്ല. പുല്ല് മുളക്കില്ല. കാരണം പറഞ്ഞാൽ എനിക്കൊരു മിനിറ്റ് തരണം സമയം. കാരണം കോർപ്പറേഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് കൂടി ആളിപ്പോ ഓടിയോടത്ത് പുല്ല് മുളച്ചിട്ടില്ല. ഇനി ഇതിപ്പോ അതിന്റെ പുറമെ കട്ടളപ്പാളയില് അഴിമതികള്, സംഗമം നടത്തിയിട്ടുള്ള അഴിമതികള്, ഇതെല്ലാം കൂടി നിൽക്കുമ്പോഴാണ് ഇപ്പൊ ശബരിമലയൊക്കെ പ്രശ്നം വന്നത്. അമ്മിണിനെയും കുമ്മിണിനെയും ഒക്കെ കയറ്റിയ ആൾക്കാരല്ലേ ഇവര്? അല്ലെ, എന്താ ഇവർക്ക് ഇപ്പൊ നിലപാട് പറയാൻ പറ്റാത്തത്? നിലപാട് എന്താ ഇപ്പൊ പറഞ്ഞോ? യെസ് ഓർ നോ ഒന്ന് പറയാൻ ഇപ്പോഴും കിടന്ന് വിഷമിക്കല്ലേ പിണറായി വിജയൻ? ഇത് നോക്കിക്കോളാം നിങ്ങൾ. ഇത് ഈ ഇലക്ഷൻ മുമ്പാട് സുപ്രീം കോടതി വിധി പറയും. അതിനുള്ളിൽ അതിന്റെ ഇടയിൽ പിണറായി വിജയൻ. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ സെബാസ്റ്റ്യൻ CA നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സംഘികളുടെ ആദ്യ നിലപാട് അറിയില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. NSS ഇറങ്ങുന്നവരെ NSS എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഷിജു കുര്യത്ത് പറയുന്നു ഡോണ്ട് ഫൊർഗെറ്റ് പ്രേരണ കുമാരി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ജയകുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. നമസ്കാരം സാർ, ആയുർവേദ ചികിത്സ കഴിഞ്ഞ് കുട്ടപ്പനായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷം, കുട്ടപ്പനായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നെയാണ് പറയുന്നത് കേട്ടോ. ശരി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എത്തി എന്ന് പറയുന്നുണ്ട്. ആരെയാണെന്ന് അറിയില്ല, എനിക്ക് സെബാസ്റ്റ്യനാണ് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എത്തിയെന്ന് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് ഇതിൽ നമ്മുടെ യൂട്യൂബിലുള്ള ആരെങ്കിലും ആണോ എന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇന്നലെ വരെ വളരെ സുഖമായിരുന്നല്ലേ, പറയുന്നവരെ കൊണ്ട് പറയാൻ സമ്മതിക്കുന്നുണ്ടല്ലോ, അതെങ്കിലും അംഗീകരിച്ചുകൂടെ എന്ന് ശശിധരൻ പിള്ളൈ പറയുന്നു. ഓക്കെ, ബാലകൃഷ്ണൻ വിൽ പാസ് ഓർഡർ. ഓക്കെ, വാട്ട് മനുശങ്കർ സെഡ്. ഓക്കെ, ഓക്കെ, അങ്ങനെ പോകുന്നു. അപ്പോൾ രാജൻ പയ്യോളി എന്നോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ രാജൻ. ഹലോ സാറേ. യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാറേ. ഈ ഇപ്പൊ ഉള്ള പ്രശ്നത്തിൽ തന്നെ സ്ത്രീകൾക്ക് എന്താ നഷ്ടം? സ്ത്രീകൾക്ക് 10 വയസ്സ് വരെ കയറാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് 50 വയസ്സിലും മലയൊക്കെ പോവാം. അപ്പൊ സ്ത്രീയും പുരുഷനായിട്ടുള്ള വ്യത്യാസങ്ങളല്ല അവിടെ വരുന്നത്. അവിടെ വരുന്ന സ്ത്രീകളുടെ ഒരു പീരിയഡിന്. ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ ഏത് തരത്തിൽ ബാധിക്കും?
ഇത് ഇടതു മുന്നണിയെ ബാധിക്കും എന്നുള്ളതല്ല പ്രശ്നം. ഈ കേസാണല്ലോ ഇപ്പൊ പ്രശ്നം. ഈ കേസ് ഈ സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കും. സ്ത്രീ എന്ന് പറയുന്നത് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയല്ലേ, അവര് മലക്ക് പോകുന്നില്ലേ? യുവതീ പ്രവേശമല്ലേ തർക്കം, സ്ത്രീ പ്രവേശമല്ല, യുവതീ പ്രവേശമാണ് തർക്കം. യുവതി എന്ന് പറയുമ്പോൾ സ്ത്രീ യുവതിയല്ലേ? സ്ത്രീ യുവതിയാണ്, പക്ഷെ എല്ലാ സ്ത്രീകളും യുവതികളല്ല. ഓ, എല്ലാ സ്ത്രീകളും യുവതികളാണ്, എല്ലാ യുവതികളും സ്ത്രീകളാണ്, പക്ഷെ എല്ലാ സ്ത്രീകളും യുവതികളല്ല. ഓ, എല്ലാ സ്ത്രീകളും യുവതികളല്ലാണ്ട് പിന്നെ യുവതി എന്ന് പറഞ്ഞ ഒരു പ്രായം വരെയല്ല യുവതി. അപ്പൊ യുവത്വം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ അല്ലാതാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്ത്രീകൾക്ക് ഉള്ള പരിഗണനയല്ല അവിടെ. അല്ലെങ്കിൽ യുവതി പ്രശ്നം പറയുന്നു. യുവതി എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണല്ലോ. ഓക്കെ, അത് പുരുഷനല്ലല്ലോ. പിന്നെ വേറെ സാർ, ഈ രാഷ്ട്രീയത്തിന് ഇത് ഒന്നും പ്രശ്നമല്ല. ഇത് ഇന്നുള്ള നിലക്ക് തന്നെ കൊണ്ടുപോവുക, ഭരണത്തിൽ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ സ്വീകരിക്കുക. അല്ലാതെ ഇത് ആഡംബരമായിട്ടുള്ള കളികളൊന്നും കളിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത് സമ്മതിക്കുന്നു സാറിന് തോന്നുന്നുണ്ടോ? ആഡംബരങ്ങളല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് ഇപ്പോ ക്ഷേമനിധി പെൻഷൻ 16 മാസം 17 മാസം കുടിശ്ശികയായ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, പിന്നെ കൈത്തൊഴിൽ തൊഴിലാളികളുണ്ട്. ഇങ്ങനെയുള്ള തൊഴിലാളികളെ നോക്കാണ്ട് ഇവർ കുറെ ആഡംബരവും കുറെ ഇതൊന്നും കളിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുണ്ട് എന്ന് സാർക്ക് തോന്നുന്നുണ്ടോ? തൊഴിലാളി വർഗങ്ങളെ പാർട്ടി തൊഴിലാളികളെ രക്ഷിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഭരണത്തിന് ബാധിക്കൂലേ? ഓക്കെ, സാർ പറ, ഭരണത്തിന് ബാധിക്കൂലേ? തൊഴിലാളികളാണല്ലോ ഇതിന്റെ കാറ്റളയുള്ള കൂട്ടറാണ് ഈ പാർട്ടിന്റെ ഏറ്റവും വലിയ ഘടകം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഷിജു എനിക്ക് സ്ത്രീ അമ്മയാണ്, ഭൂമിയാണ്, ക്ഷമയാണ് പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഓക്കെ, പുതിയ ജീവിതക്രമത്തിൽ 7 to 60 വരെ ഉണ്ട് വയസ്സ്, അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാക്കണം എന്ന് എന്നോട് ബിനു പറയുന്നു. ഓക്കെ, അപ്പോൾ വിജയൻ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജയനുമായിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി. ശ്രീ വിജയൻ എന്നെ അന്വേഷിച്ചോ? ശ്രീ വിജയൻ അന്വേഷിച്ചിരുന്നു. നമസ്തേ സാറേ. എനിക്കറിയാമായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. നമസ്തേ സാറേ. നമസ്കാരം. ഇതിനകത്ത് ഞാൻ സാറിനെ അന്വേഷിച്ചിരുന്നു. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ സാറ് ബിഗ് ടിവിയിൽ പോയി കാണുമോന്ന്. ഇപ്പൊ വന്നപ്പോ ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ വൈഫിനെ വിളിച്ച് പറഞ്ഞു പോയിട്ടില്ല, ഇവിടെ ഉണ്ടെന്ന്. നമ്മുടെ ഈ പൊതുവേദിയും ശ്രീ വിജയനും നമ്മുടെ ഈ പ്രേക്ഷകരെയൊക്കെ വിട്ട് എങ്ങോട്ട് പോകാൻ, ഇതല്ലേ നമ്മുടെ സന്തോഷവും. അല്ലെങ്കിൽ തന്നെയും ഒരാള് തന്നെ നിന്ന് എല്ലാ ദിവസവും ഈ പരിപാടി അവതരിക്കുന്നതിനെക്കാട്ടി ഭംഗി നിങ്ങൾ രണ്ടുപേരും മാറിയും തിരിഞ്ഞും വന്ന് സംസാരിക്കാതെ നേരത്തെയുള്ള ഭരണമില്ലേ ഇവിടുത്തെ കേരളത്തിൽ, അതേപോലെ. അപ്പം എന്തെങ്കിലും കുറ്റവും കുറവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും തിരുത്താൻ പറ്റും എന്നാ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഈ അടുപ്പിച്ചൊരു ആഴ്ചയോളം ഒരാളൊറ്റയ്ക്ക് പറഞ്ഞാലേ അതിനെക്കാട്ടി ഭംഗി ഇതാന്നാ എനിക്ക് തോന്നുന്നത്. വിഷയം എനിക്ക് പറയാനുള്ളത്, അവര് ഒരുപാട് ബുദ്ധിമുട്ടും ഈ ഇലക്ഷന്. CPM-ഉം ഗവൺമെന്റും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടും. ദേവസ്വം ബോർഡ് എന്നൊരു സംവിധാനം ഇപ്പൊ അവര് തന്നെ ചോദിക്കുക, എന്ത് ദേവസ്വം മന്ത്രിക്ക് എന്ത് ഇതിനകത്ത് കാര്യമൊന്നും, ഇത് പിന്നെ ആർക്കാ കാര്യം? ദേവസ്വം മന്ത്രി എന്നും പറഞ്ഞൊരു മന്ത്രിയെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ചോദിക്കാം മന്ത്രിക്ക് എന്തോ കാര്യമെന്ന്. ഈ കാശെല്ലാം ചെലവാക്കി കോട്ടയത്ത് റൂം എടുത്ത് കൊടുത്ത് വലിയ 5 സ്റ്റാർ ഹോട്ടൽ എന്തോ പിന്നെ കോട്ടയത്ത്, പിന്നെ മൂന്നാറ്, ഇടുക്കിയിലൊരു ഹോട്ടൽ, ഇവിടൊക്കെ ഇങ്ങനെ റൂം എടുത്ത് കൊടുത്ത് ഇവരെയൊക്കെ ഈ വലിയ VIP-കളെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് ഇത് ചെയ്ത് കൊടുക്കാനാണ്. ഇതായിരുന്നോ ഈ പിന്നെ സംഗമം എന്ന് പറഞ്ഞ ഇവര് ആഗോള സംഗമം അയ്യപ്പന്റെ പ്രസക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യം? ഇതാണോ ജനങ്ങൾ കാണേണ്ടുന്നത്? ഇത് കണ്ടുകൊണ്ടാണോ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടുന്നത്? വികസനം വികസനം എന്ന് പറഞ്ഞാലേ സാറേ, ഇതാണോ വികസനം? എന്ത് വികസനമാണ് കേന്ദ്രം തന്ന റോഡ്? ഇപ്പൊ കൊല്ലത്തിന് തന്ന 37 കോടി 340 കോടി എങ്ങാണ്ട് തന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാർക്കിംഗ് പണിഞ്ഞിട്ടുണ്ട് സാറേ, ഒന്ന് വന്ന് കാണണം. ഞങ്ങളുടെ കൊല്ലം നമ്മുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇതിനിടയ്ക്കൊരു കക്ഷി ആരോ ചോദിക്കുന്നത് കേട്ട്, സംഘികൾ ആദ്യം ഈ നിലപാടല്ല, സംഘികളായി ഈ നിലപാട് ആരെങ്കിലും നിന്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാത്രം തീരുമാനമൊന്നുമല്ല. ഇതിനകത്ത് ഒരുപാട് വിശ്വാസികളുണ്ട്. വിശ്വാസികളുടെ പുറകെ അവർ വന്ന് അത് ശരി, അതിനെന്താ തെറ്റ്? അല്ലാതെ ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ എത്ര തെറ്റാണെങ്കിലും അതിനകത്ത് പിടിച്ച് അതാ ശരിയെന്നും പറഞ്ഞ് നടക്കുന്ന ആ സൈസ് കക്ഷികളല്ല സംഘികളും BJP-ക്കാരും. വ്യക്തമാണ് താങ്കളുടെ
അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മുരളീധർ പി 3675 എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് യുവതീ പ്രവേശം വേണ്ട എന്നൊരു മുദ്രാവാക്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അപ്പോൾ നമ്മുടെ മുരളീധരൻ എൻ്റെ നിലപാട് അതാണ്. അപ്പോൾ ഷിജു എന്നോട് ചോദിക്കുന്നത് ഹൗ ഓഫൺ ഡു യു വാച്ച് പൊതുവേദി വെൻ യു ആർ ഓൺ ലീവ് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറ്റുമ്പോഴൊക്കെ അത് കാണാറുണ്ട്. അതല്ല, ഞങ്ങളുടെ എല്ലാ പരിപാടികളും കാണാറുണ്ട്. ഇത്തവണ പക്ഷേ ഞാൻ ചില ആശുപത്രി കാര്യങ്ങളിലൊക്കെ ചെന്നപ്പോൾ അവിടെ ടി വി ഇല്ലാത്തൊരു സംവിധാനത്തിലാണ് താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ കാണാൻ പറ്റിയില്ലെന്നുള്ളൂ. പൊതുവേ എല്ലാം കാണാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് പറയുക. അപ്പോൾ കൃഷ്ണദാസ് എന്നോടൊപ്പം ചേർന്നുണ്ട്. ഹലോ കൃഷ്ണദാസ്, നമസ്കാരം. മനു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അനിയൻകുട്ടൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. കുറേ നാളായി സംസാരിച്ചിട്ട്. ശ്രീ അനിയൻകുട്ടൻ എന്നെ ഓർത്തോ ഈ ദിവസങ്ങളിലൊക്കെ? സാറേ നമസ്കാരം. പിന്നെ ഓർത്തു ഞാൻ ഇടയ്ക്ക് പുള്ളി അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, സാറിനെ കാണുന്നില്ല എന്തോ അതൊക്കെ തിരക്കി എന്ന് പറഞ്ഞ ചില പനിയായിട്ടൊക്കെ ആയിരുന്നു ഇരിക്കുവായിരുന്നു. അതെ അതെ, ചില ആയുർവേദ ചികിത്സകളിലൊക്കെ ഒന്ന് പോണ്ടി വന്നു. അത് നല്ല കാര്യം. ആയുർവേദം നല്ല ചികിത്സയാണ് കേട്ടോ. ഇംഗ്ലീഷ് മരുന്ന് നേരിടുന്നതിലൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഇച്ചിരി താമസം പിടിക്കുന്നുള്ളതേ ഉള്ളൂ. എന്നാൽ സാറിന് സുഖമായിട്ടിരിക്കട്ടെ, ആരോഗ്യം വരട്ടെ, വീണ്ടെടുക്കട്ടെ. സാറേ, അപ്പം ഇന്നത്തെ നമ്മുടെ ശബരിമല യുവതി പ്രവേശനമാണ്. ഇത് ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് ചക്കപ്പുഴുക്ക് പോലെ ആയി കിടക്കുക. ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗമായി ഇന്ന് എടുക്കേണ്ടത്. അന്ന് ഈ യുവതി പ്രവേശനം ശബരിമല ഇവർ പ്രഖ്യാപിച്ച് യുവതികളെ കയറ്റുമ്പോൾ അന്ന് ഈ വെള്ളാപ്പള്ളി മിണ്ടാതിരുന്ന ഇന്ന് വന്ന് പറയാ തിരുത്തണമെന്ന്. ഇതൊക്കെ എന്താ ന്യായവാ സാറേ? ഇവരെവിടെ നിൽക്കുന്നു? എന്നിട്ട് ഹിന്ദുക്കളാന്ന് പറയാവ, ഞങ്ങൾ അയ്യപ്പന്റെ കൂടാന്ന് പറയാവ. ഇങ്ങനെയൊക്കെയാണോ ഒരു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്? അന്ന് എന്തുകൊണ്ട് ഇവരെ തിരുത്തിയില്ല? അന്ന് മുഖ്യമന്ത്രിയുടെ ഇടത്തെ കൈയുടെ വെള്ളയിലും വലത്തെ കൈയുടെ വെള്ളയിലും കയറിയിരിക്കുമായിരുന്നല്ലോ. അന്ന് തന്നെ തിരുത്താഞ്ഞത്. ഇന്ന് അത് ആകപ്പാടെ ചക്ക പൊഴിയ പോലെ കുഴഞ്ഞു മറിഞ്ഞിരുന്നപ്പം തിരുത്തുക. അന്ന് NSS മാത്രമേ ഇതിന് അനുകൂലമായിരുന്നുള്ളൂ. ആ സ്ത്രീകളെ അടിച്ച് തല്ലി യൂതിക്ക്, കുഞ്ഞുങ്ങളെ വരെ അടിച്ച് തല്ലി യൂതിക്കുക. എന്നിട്ട് പോലും വെള്ളാപ്പള്ളിയുടെ വായി നാക്കില്ലായിരുന്നു. ഇന്ന് വന്നു കിടന്ന് ഇങ്ങനെ വന്ന് പറയാം. ഇവരൊക്കെ വിഘടനവാദികളാണ്. ആകപ്പാടെ ഭരിച്ച് ഒളിച്ച് ഒരു അയ്യപ്പസംഘം നടത്തി. ആ പണം എവിടെ പോയി? എത്ര കോടി രൂപ അനുവദിച്ചു? എനിക്ക് തോന്നുന്നു സാറേ, ഇത് മാസപ്പടിയായിട്ട് ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാത്ത തുക അനുവദിച്ച് മാസപ്പടിയായിട്ട് പോകുന്ന ഒരു അന്വേഷണം നടത്തണം. ഇവിടെ ഒരു വികസനമില്ല. മുൻ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനം പൂർത്തീകരിച്ച് വികസനം എന്ന് പറഞ്ഞ് നടക്കുക. ഇതൊക്കെ ശരിക്കാണ്. ഇത് മാസപ്പടിയാണ്. കറക്റ്റാ, ഇത് മാസപ്പടി തന്നെയാണ്. കഴിഞ്ഞ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ തന്നെ ഇല്ലാത്ത ഓരോന്ന് കൊണ്ടുവന്ന് വെച്ച് ലോക മുതലാളിമാരെയും പൗരപ്രവർത്തകരെയും എല്ലാം കൊണ്ടുവന്ന് ഊട്ടി വളർത്തി JC പറഞ്ഞത് അങ്ങനെയും പറഞ്ഞ് ഇല്ലാത്ത തുക എഴുതി കൊടുത്ത് വെച്ച് ഇത് മാസപ്പടിയായിട്ടും പോകുന്നുണ്ട്. ഇവരുടെ കയ്യിലോട്ട് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം കൃത്യമാണ്, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീകുട്ടി ചേരുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടി ഹായ് മനു എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഹായ്. അപ്പോൾ ശ്രീകുട്ടി സന്തോഷവും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രാജുക്കുട്ടിയും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജുക്കുട്ടി ഒത്തിരി ദിവസമായി സാറിനെ ഒന്ന് കാണാൻ പറ്റേട്ടെ. എനിക്കും അസുഖമായിരുന്നു. പക്ഷെ ശ്രീ രാജുക്കുട്ടി കുറെ നാളായില്ലേ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്? അതെ, ഞാൻ വരുന്നുണ്ട്. ഇടയ്ക്ക് മനസാറിനെ കിട്ടാഞ്ഞതിലേ ഉള്ളൂ. പിന്നെ യുവതീ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്വാസത്തിനെതിരായ ഒരു പരിപാടിയാണ് സാറേ. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ അസുഖം എന്താ പറ്റിയെന്നാ എന്നോട് പറഞ്ഞത്? ഞാൻ അത് ചോദിക്കാൻ പറ്റുമോ? എനിക്ക് ഹാർട്ടിനൊരു ചെറിയ കംപ്ലൈന്റ് പറ്റി. അതെയോ? ഹാർട്ടിനോ? ഇനിയിപ്പം അടുത്ത ആഴ്ച വീണ്ടും ഒരു സ്റ്റെന്റ് അടിച്ചേ പറ്റും. അങ്ങനെയുള്ള കണ്ടീഷനാണ്. സാറൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ എന്റെ എല്ലാവിധ പിന്തുണയും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ പൊതുവേദി പ്രേക്ഷകരൊക്കെ അങ്ങേക്കൊപ്പം ഉണ്ട്. അപ്പൊ എന്താണ് ചികിത്സ കഴിയുമ്പോഴും ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. അയ്യപ്പന്റെ 4 ക്ഷേത്രത്തിൽ ഞാൻ ജോലി ചെയ്തതാ. 4 ക്ഷേത്രത്തിന്റെ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല, ഇത്രയും ഭാഗത്ത് ജോലി ചെയ്യാൻ എനിക്കൊരു ക്രിസ്ത്യാനിയായ എനിക്ക് പറ്റിയെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. യുവതിയെ പ്രവേശിപ്പിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ 18-നും 50-നും ഇടയ്ക്കുള്ളതിന് ശേഷം നമുക്ക് കൊടുക്കുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ശരി. അല്ലാതെ ഈ ലാഭത്തിന് വേണ്ടി വിശ്വാസത്തെ തച്ചുടയ്ക്കരുത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ സുബൈർ എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്, തൃശ്ശൂർ. ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴി തൃശ്ശൂർ വഴിയാണ് പോയത്. അപ്പൊ ഞാൻ സുബൈറിനെ ഓർക്കുകയൊക്കെ ചെയ്തു. സുബൈർ നമസ്കാരം. തൃശ്ശൂരൊക്കെ ഒരു ചൂട് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചൂട് എല്ലാവർക്കും ചൂടുണ്ടല്ലോ ഇപ്പൊ. ഓൾറെഡി കൂടുതൽ ഡിഫിനാണല്ലോ ചൂട് കൂടുതൽ പാലക്കാടാന്ന് തോന്നുന്നു അല്ലേ? ചൂട് കൂടുതൽ പാലക്കാടായിരിക്കും. ശ്രീ സുബൈറിന്റെ വീടിന്റെ പരിസരമൊക്കെ എങ്ങനെയാണ്? ഇതാണോ? ഞങ്ങള് കാട്ടുപോയി ഇരിങ്ങാലക്കൂട. കുഴപ്പമില്ല, നല്ല പ്രകൃതിയാണ്.
ഇരിഞ്ഞാലക്കുടയിൽ പക്ഷേ കുറച്ചും കൂടി തണുത്ത ഒരു സ്ഥലമായിരിക്കും അല്ലേ? കാട്ടൂര്. കാട്ടൂര്. ഓക്കെ. ശ്രീ സുബൈറിന് എന്ത് തോന്നുന്നു? ശ്രീ സുബൈർ, ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും? അല്ല, ഒരു കപ്പല് ആടി ഒരു നല്ലൊരു കപ്പിത്താനെന്ന് പറഞ്ഞ് കപ്പിത്താനും കപ്പലുള്ള ആൾക്കാരും മുഴുക്ക മുങ്ങി പോകാൻ പോണ്. ഇവര് ജനങ്ങളെന്നല്ല എങ്ങനെയൊക്കെ ഇട്ട് ദ്രോഹിച്ചു. ചെടിച്ചട്ടി വെച്ച് തലടിച്ച് പൊളിച്ചു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് പുതിയ സൂത്രം ഇറങ്ങിയ മുഖ്യമന്ത്രിയോട് സംസാരിക്കാറുണ്ട്. അതിന്റെ നമ്പർ തന്നുണ്ട്. അതിൽ വിളിച്ചിട്ട് അതിൽ രക്ഷയില്ല. അറിയിക്കുന്നു. ഇതെന്തിനാ ഇവരിങ്ങനെ പറ്റിക്കുന്നത്? ഇപ്പൊ പെൻഷൻ മേടിക്കൊടുക്കുന്നുണ്ട്. 2500 ആക്കിന്ന് പറയുന്നുണ്ട്. എത്ര 2000 ആക്കിന്ന് പറയുന്നുണ്ട്. അത് മണിയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്ന പെൻഷൻ. നമ്മുടെ കാശൊന്നും നല്ലത്. ഇവര് അവരും പെണ്ണിന്റെ ഗോൾഡൊക്കെ പണം വെച്ചിരുന്ന ജനങ്ങൾക്ക് കാശ് കൊടുക്കും. സുബൈറിന് എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? ഞാൻ പറഞ്ഞ ഈ വീണ ജോർജ് എന്ന് പറഞ്ഞല്ലോ, ഇതിലൊരു കപ്പിത്താനുണ്ട്. ഈ കപ്പൽ മുങ്ങൂലെന്ന് പറഞ്ഞില്ലേ, ആ കപ്പൽ മുങ്ങാൻ പോണു. ഇപ്പൊ കപ്പിത്താന്റെ മുങ്ങിക്കൊണ്ടിരിക്കുന്നേ. അതിലുള്ള ആൾക്കാർ ബാക്കിയുള്ളത് എല്ലാം മുക്കാൻ പോണു. വ്യക്തമാണ് താങ്കളുടെ. ആ കപ്പല് ശരിക്കും മുങ്ങിയില്ലേ? മുങ്ങിയിട്ട് നടുക്കളുടെ ഞാൻ വേറെ വാക്ക് ഉപയോഗിക്കില്ല, അത് മോശമാണ്. ശരി, വ്യക്തമാണ്. അപ്പൊ പ്രദീപ് കൂടി എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ പ്രദീപേ, കേൾക്കാമോ? പറയാം. നമ്മളെ ഈ സർക്കാരിന് ഒരു അമ്പലത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് മറ്റേ വർഗീസ് പറഞ്ഞു. ഹരീസിന്റെ കാര്യം നോക്കിയാൽ പോരെ. നമ്മുടെ ഒരു 30-35 വർഷം മുമ്പ് നമ്മുടെ ടൗണിൽ നിന്ന് ഒരു അന്യവാസത്തിൽപ്പെട്ട ആളാ ശബരിമലയ്ക്ക് പോയി. ഇവിടുന്ന് കെട്ടിറക്കാൻ പറ്റില്ല. ആലപ്പുഴ പോയി കെട്ടിറച്ച് ശബരിമലയ്ക്ക് പോയി. തിരിച്ച് നാട്ടിൽ വരാൻ പറ്റില്ല. നാട്ടുകാർ തല്ലിക്കൊന്നേരം പോലെ ആ അവസ്ഥ. ഹിന്ദുക്കളുടെ കാര്യം ഹിന്ദുക്കൾ നോക്കില്ല, വർഗീസാണ് നോക്കുന്നത്. അത് ഭക്തിയുള്ളവരുടെ കാര്യം നോക്കിക്കോളും. അന്യമതത്തെ ഇടപെട്ട് കുറവാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനാണ് ഇടപെടില്ല അവരുടെ കാര്യത്തിൽ. ഒരു കാര്യത്തിൽ ഇടപെടാൻ ശരിയല്ല അത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ മുരളീധരൻ എന്നോട് പറയുന്നത് രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജുക്കുട്ടി, അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും ഒക്കെ താങ്കൾക്കൊപ്പം ഉണ്ട്. അയ്യപ്പൻ രക്ഷിക്കും, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കൃഷ്ണദാസ് പറയുന്നുണ്ട് 10 വർഷം കറണ്ട് കട്ടുണ്ടായിരുന്നില്ല. ഈ കാലയളവിൽ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയ ഒരു പദ്ധതി പറയാമോ എന്ന് ഇടത് പ്രേക്ഷകരോടാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്നോടല്ല. ഓക്കെ. അപ്പോൾ ശശിധരൻ പിള്ളൈ പറയുന്നു ഗോഡ് ബ്ലസ് യു രാജുക്കുട്ടി, പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കട്ടെ എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അജിത് കുമാർ മാറോളിയുടെ പ്രതികരണം കണ്ടിട്ട് കുറേ ദിവസമായി. ഭരണഘടന നൽകുന്ന അവകാശം ആണ് സ്ത്രീകൾക്കും പുരുഷനും തുല്യനീതി. ഒരു ഇടത് സർക്കാർ ഭരണഘടനയ്ക്ക് ഒപ്പം നിൽക്കണം. ഈ പറയുന്ന വിശ്വാസങ്ങൾക്കെതിരെ സമരം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ നിലയിൽ എത്തിയത് എന്ന് അജിത് കുമാർ മാറോളി എന്നോട് പറയുന്നു. അപ്പോൾ അജിത് കുമാർ മാറോളി പറയുന്നത് തുല്യനീതി ഉറപ്പാക്കാൻ ഈ വിശ്വാസങ്ങൾക്കെതിരെയുള്ളൊരു പ്രതിഷേധം ആവശ്യമാണെന്നാണ്. പക്ഷേ അത് ഈ CPM സർക്കാർ ആ നിലപാടിൽ തുടരുമോ അതോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ ഒന്ന് മലക്കം മറിയുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത്. അജിത് മാറോളി അപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറുമോ എന്ന് എനിക്കറിയില്ല. മാറിയാലും ഇല്ലെങ്കിലും അത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ജയകുമാർ എന്നോട് പറയുന്നു എല്ലാവരും രാജുക്കുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുക കേട്ടോ. രാജുക്കുട്ടിക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം എന്ന് ജയകുമാർ പറയുന്നു. രാധാകൃഷ്ണൻ PR പറയുന്നു മനു സാർ നമസ്കാരം, എന്തോ അസുഖമാണെന്ന് തോന്നുന്നു, കുറഞ്ഞോ, എല്ലാം അയ്യപ്പൻ മാറ്റിത്തരും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും താങ്കളുടെ പിന്തുണയും സ്നേഹവുമാണ് മറ്റെന്തിനേക്കാളും വളരെ പ്രധാനപ്പെട്ടത്. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വേർ വർ യു മനു, വാട്ട് ഹാപ്പൻഡ്, ആർ യു ഓക്കെ, ഐ റിമെമ്പർ ദാറ്റ് വാട്ട് ഹാപ്പൺ ടു യു, ഐ പ്രേ ഫോർ യുവർ ഹെൽത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഏതായാലും സതി ബാബുരാജ് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. മാത്രമല്ല അവർ ചില സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിൻ്റെ കാര്യങ്ങൾ കൂടി ഇവിടെ പറയാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ വേണ്ടി. അപ്പോൾ ഭർത്താവും പൊതുവേദി സ്ഥിരം കാണുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ജയകുമാർ കപ്പിത്താനെ കളിയാക്കുന്നു. കപ്പിത്താൻ കപ്പൽ മുങ്ങിക്കളഞ്ഞെന്നാണ് ജയകുമാറിൻ്റെ തമാശ. ശബരിമലയിൽ അമൃത എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം നൽകണം, അനാചാരങ്ങൾ പൊളിച്ചെഴുതി തന്നെയാണ് നാം ഇവിടെ വരെ എത്തിയത്, മതവും ആചാരങ്ങളും തള്ളിക്കളയുന്ന ഒരു തലമുറ വളർന്നു വരേണ്ടതുണ്ട് എന്നാണ് അമൃത എന്നോട് പറയുന്നത്. അപ്പോൾ അമൃതയ്ക്ക് പള്ളിയിൽ കയറണോ എന്ന് ചോദിക്കുന്നു അടുത്ത ആൾ. ഓക്കെ, എല്ലാവരും തമ്മിൽ തർക്കമാണ്. അപ്പോൾ നമ്മുടെ റഷീദ് കൊയിലാണ്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടി, നമസ്കാരം. നമസ്കാരം. കുറെ ദിവസങ്ങളായാലും കണ്ടിട്ട് എവിടെയായിരുന്നു? അതെ, ഞാൻ ചെറിയൊരു ആയുർവേദ ചികിത്സയും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു, വീട്ടിലേക്ക് പോയി. അപ്പോൾ 2 ആഴ്ച അതിലധികം മാറി നിന്നു. പിന്നെ വിഷയത്തിലേക്ക് വരാം. ഈ മാളത്തിൽ കടിച്ചതിനേക്കാൾ വിഷമുള്ള ഉണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമുക്കറിയാലോ ശബരിമലയിലെ
സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. വീണ്ടും അത് ആ കോടതി ഇടപെടുന്നു. വനിതാ ശബരിമല പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നിലപാട് മാറ്റണോ? മാറ്റിയിട്ടില്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ വീണ്ടും ഒറ്റപ്പെടും. അപ്പം വിശ്വാസികളുടെ ഇടയിലും ഒറ്റപ്പെടുന്നു, ജനങ്ങളുടെ ഇടയിലും ഒറ്റപ്പെടുന്നു, ഭരണപരാജയം വല്ലാതെ പിടിമുറുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോ LDF ഉള്ളത്. അപ്പോ അതിനൊക്കെ എങ്ങനെയാണ് നേരിടുക എന്നതിൽ അവരെ ഇങ്ങനെ ഉഴലുകയാണ്, വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ്. ഏത് രീതിയിൽ രക്ഷപ്പെടും എന്ന് കളവ് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ. അതല്ല നേരായ മാർഗത്തിലാണെങ്കിൽ അത് ജയിക്കുകയില്ല. ആ രീതിയിൽ വല്ലാതെ ഉയരുകയാണ്. കാരണം നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ. തന്നെ നമ്മളെ തുടക്കക്കാരനായ പ്രേക്ഷകൻ അഫ്സൽ ഇടതുപക്ഷത്തിന്റെ വക്താവാണ് അദ്ദേഹം, അതിനോടൊപ്പം ചേർന്ന് നിന്ന ആളാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു ഇവർ ഈ ഭാഗത്ത് ഈ വിശ്വാസികളുടെ അവരുടെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഒക്കെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇടതുപക്ഷത്തുകാരനാണ്, ഇടതുപക്ഷത്തോ, പക്ഷേ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞാൻ വിശ്വാസത്തിനോടൊപ്പമാണ്. അപ്പൊ ആ രീതിയിലൊക്കെ ആളുകൾ ചിന്തിക്കുമ്പോൾ നിലപാട് മാറ്റേണ്ട സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഗോവിന്ദൻ സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിലപാടൊന്നും തിരുമ്പലയ്ക്ക് ഒന്നല്ല എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. അപ്പം നിലപാടിൽ മാറ്റം വരുത്താതെ വിശ്വാസികളെ എടുക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പൊ എന്നോടൊപ്പം പീതാംബരൻ ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, കേൾക്കാമോ? അതെ അതെ അതെ. കുറെ നാളായി ശ്രീ പീതാംബരന്റെ ശബ്ദം കേട്ടിട്ട്. ശബ്ദത്തിന് താങ്കളെ കണ്ടിട്ട് താങ്കളെ ഇടക്കിടക്ക് കാണുന്നില്ല. താങ്കളെ ഇടക്കിടക്ക് ഇംഗ്ലീഷ് മെഡിസിൻ മേടിച്ച് കഴിക്ക്. അതെ, താങ്കളെ ഇടക്കിടക്ക് താങ്കളെ കാണുന്നില്ല. അപ്പൊ ഇടക്കിടക്ക് എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും. അതാ നല്ലത്. വേഗം മാറും. അയ്യപ്പനൊരു നേരത്തെ നേർന്നേരി ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. പിന്നെ ഒരു അതിന്റെ പുറത്തൊരു ആയുർവേദ പരിരക്ഷ എന്ന തരത്തിൽ പോയതാണ്. ഇംഗ്ലീഷ് മരുന്നാണ് പ്രധാനമായി കഴിക്കുന്നത്. അത് ശരി, ഇടക്കിടക്ക്. അതെ, ശരീരവും പ്രായത്തിന്റെ ഒക്കെ പാലിക്കണമല്ലോ. പിന്നെ എനിക്ക് ഈ വിഷയത്തില് എനിക്ക് പറയാനുള്ള മനോ, കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയ കാലം മുഴുവൻ നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ഭരിച്ചു വന്നിട്ട് 57 ശേഷമാണ് നമുക്കൊരു ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത്. 67 കിട്ടി. ഇത് ജനങ്ങൾ വിളിച്ചു കൊടുത്തതാണ്. ജനങ്ങൾ വിളിച്ചു കൊടുക്കാൻ താല്പര്യം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. അപ്പോ ഈ അയ്യപ്പന്റെ കാര്യത്തിൽ ഒരു നിലപാട്, അത് കമ്മ്യൂണിസ്റ്റ് ഒന്നും ഇല്ലോ, കോൺഗ്രസ് ഒന്നും ഇല്ലോ, RSS ഒന്നും ഇല്ലോ. അതായത് അയ്യപ്പൻ എത്ര എണ്ണം ഉണ്ട്, എത്ര അയ്യപ്പൻ ഉണ്ടെന്ന് ആദ്യം ഈ ആളുകളോട് ചോദിക്കണം. അവിടെ സ്ത്രീകൾ കയറ്റണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ കയറണമെന്നൊരു അഭിപ്രായം ഉള്ളവര് ഉണ്ടെങ്കിൽ അഭിപ്രായം കൊണ്ട് പങ്കുവെക്കണേ. എന്താണ് അതിന് തെറ്റുള്ളത്? അതിന്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാൻ തന്നാൽ ഇവിടെ ശാസ്ത്രത്തെയും വികസനത്തെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക. ഈ കോൺഗ്രസ്സുകാരും BJPക്കാരും കൂടി ഇത് മുഴുവൻ കൈവച്ചിട്ടിരിക്കുന്ന അമ്പലം. എന്തുകൊണ്ട്? എത്ര അമ്പലമുണ്ട്? എല്ലാ ക്ഷേത്രങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ പോകുന്നുണ്ട്. സ്ത്രീകൾ ഈ ബിംബത്തെ എടുത്ത് ആരാധിക്കുന്നുണ്ട് കയ്യിൽ. എന്നിട്ടൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോ ശരിക്കും അയ്യപ്പനെ കളിയാക്കിയല്ലേ ഇവര്? എത്ര അയ്യപ്പനുണ്ട് ഇവിടെ? എന്റെ അഭിപ്രായം ഞാൻ പറയാം. യാതൊരു കാരണവശാലും ഈ ഭരണം പോകില്ല. അതുകൊണ്ടൊന്നും പിണറായി വിജയന്റെ ഭരണമോ കമ്മ്യൂണിസ്റ്റുകാരും നയിച്ചതും പോകില്ല ഇവിടെ. ഒരു പിണറായി ഇല്ലെങ്കിൽ വേറെ പിണറായി ഇവിടെ വരും, ഉറപ്പ്. ആ ഭരണം ഉറപ്പിച്ച് സ്ത്രീകളുടെ വോട്ട് മുഴുവൻ കിട്ടും. സ്ത്രീകളും കൂടി പോകാൻ കാത്തിരിക്കുകയും പ്രശ്നമില്ല. അയ്യപ്പന് മറ്റുള്ള വരുന്ന അയ്യപ്പന് കാണാമെങ്കിൽ സ്ത്രീകൾ അവിടെ വന്ന് കാണാൻ എന്താ പ്രശ്നമുള്ളൂ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ. യെസ്, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മുരളീധരൻ എന്നോട് പറയുന്ന കൈക്കൂലി അനാചാരമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അനാചാരമാണ്. രാജുക്കുട്ടി പ്ലീസ് ബി കെയർഫുൾ, KP ശശികല വിൽ നോട്ട് ഹിയർ ദിസ് എന്ന് പറയുന്നുണ്ട്. അത് ഷിജു, അതായത് ഇദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നും അയ്യപ്പ ക്ഷേത്രത്തിൽ ജോലി ചെയ്ത ആളാണെന്നും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ KP ശശികല ടീച്ചർ അംഗീകരിക്കില്ല എന്നാണ് ഷിജു സൂചിപ്പിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ വഴിയില്ല. കാരണം സന്നിധാനത്ത് പോലും ഏത് മതത്തിലുള്ള ആളുകൾക്കും പോകാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളുടെ കാര്യം ആർക്കും അറിയാവുന്നത് തന്നെയാണ്.
പിന്നെ അപ്പോൾ എന്നോട് ഇപ്പം വേറെയും ചില പ്രേക്ഷകർ ചേരുന്നുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയാണ്. അനാചാരങ്ങൾ അറബിക്കുടലിൽ ഇടതുപക്ഷം സ്ത്രീവിരുദ്ധം അല്ല, ആകരുത് എന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല പറയുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടി ആ നിലപാട് തിരുത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ അതാണ് ശശിധരൻ പിള്ള ചോദിക്കുന്നത്. ഇത് പറയാൻ കൃഷ്ണൻകുട്ടിയുടെ നേതാക്കൾ ധൈര്യം കാണിക്കുന്നില്ലല്ലോ എന്നാണ് ശശിധരൻ പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ എന്നോടൊപ്പം രഘുനന്ദനൻ തിരുമുല്ലവാരത്ത് ചേരുന്നുണ്ട്. മാർച്ച് 14 വരെ കോടതി സമയം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം കാണിക്കുന്ന തിടുക്കം രാഷ്ട്രീയമാണെന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണെന്ന് ഇതിൽ ആദ്യം വന്ന അവരോട് ചോദിച്ചു നോക്കണം എന്ന് മനോജൻ KV എന്നോട് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കേസ് അന്ന് കൊടുത്താണ്. ജയൻ പുതുക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ജയൻ. നമസ്കാരം സാറേ. നമസ്കാരം. ശബരിമല യുവതി പ്രവേശനവുമായി ഇന്ന് ഇപ്പോ കോടതിയിൽ നിന്നൊക്കെ അതൊക്കെ വന്നിരുന്നല്ലോ. അപ്പൊ ഈ സർക്കാരിന്റെ നിലപാട് മാറ്റുമോ? എന്താ തോന്നുന്നത് താങ്കൾക്ക്? സർക്കാർ തീർച്ചയായിട്ടും മാറ്റും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഇലക്ഷൻ ടൈം വരാണ്. പിന്നെ മാത്രമല്ല, യുവതികളെ അവിടെ കേട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. 10നും 50നും ഇടയിലുള്ള യുവതികളെ കേട്ടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ 50 ഇടയിലല്ലേ യുവതി? 50 കഴിയുമ്പോ പിന്നെ നമ്മൾ സാധാരണ അവര് യുവതി എന്നല്ലല്ലോ, അവര് സ്ത്രീകളാവില്ലല്ലോ, സ്ത്രീകളാവാതിരിക്കില്ലല്ലോ. സ്ത്രീകളാണ്, പക്ഷെ അവര് യുവതികളെന്ന് പറയാൻ പറ്റില്ല. അതൊരു കാര്യം. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് ഗവൺമെന്റിന് ഒരു അവസരം വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ ഇലക്ഷന് നല്ല രീതിയിൽ പ്രതികരണം ഉണ്ടാവും. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊരു മുതലെടുക്കാനുള്ള അവസരമായിട്ട് മാറാതിരിക്കാനായിട്ട് നല്ല രീതിയിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സർക്കാരിന്റെ വിജയമാണ്. വനിതാ മതിൽ തീർത്തിട്ടോ അല്ലെങ്കിൽ നവോത്ഥാനം ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യമില്ല. തിടുക്കപ്പെട്ട് ബിന്ദു അമ്മിണി, കനകദുർഗ മുതലായവരൊക്കെ അവിടെ പോലീസ് അന്വേഷണത്തിൽ കയറ്റേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളെ വ്രണപ്പെടുത്താതെ നല്ല രീതിയിൽ ഇനിയും ഒരു തീരുമാനം എടുക്കാൻ സർക്കാരിന്റെ മുമ്പിൽ ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനോജൻ KV ഒക്കെ എന്തൊക്കെയോ എനിക്ക് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ വായിക്കാം. ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ പൊതുവേദി അപ്പോൾ തുടരുകയാണ്. അപ്പോൾ ശക്തിമാൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശക്തിമാൻ, അയ്യപ്പനും മഹിഷിയും കളി തുടങ്ങിയതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പൂട്ടിപ്പൂരമായിരിക്കും എന്നാണ് ശക്തിമാൻ എന്നോട് പറയുന്നത്. ശക്തിമാൻ്റെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അതായത് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്നോട് സെബാസ്റ്റ്യൻ CA ജന്മഭൂമിയുടെ അന്നത്തെ ഹെഡ്ലൈൻസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാനുള്ള മര്യാദ കാണിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് പഴയ കാര്യം ഒന്നും മനസ്സിലായില്ല. ഓക്കെ, ഗോപകുമാർ എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപകുമാർ. നമസ്കാരം. ഒരുപാട് ദിവസമായിട്ട് നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുകയാണ് മനുജി. അതെയോ? കേൾക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷം. ഒരുപാട് ദിവസമായി അടുത്ത് ഞാൻ രണ്ട് മറ്റേ നിങ്ങൾ രണ്ടുപേരും ഞാൻ ജി കൂട്ടിട്ട് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കിരൺജി പിന്നെ മനുജി. ഒരുപാട് ദിവസം ഞാൻ അന്വേഷിച്ചു. മനുവേട്ടൻ എവിടെയാണ്, എന്താ സംഭവം ചോദിച്ചു നോക്കുമ്പോ വരും ഇന്ന് വരും എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് തമിഴ്നാട് പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ ഇന്ന് മനു വരുന്നുണ്ട് പറഞ്ഞിട്ട് ആ കാര്യം കൊണ്ട് ഞാൻ പോവാണ്ട് തമിഴ്നാട്ടിൽ പോവാണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഒരു ഏതാണ്ട് 4:01 തുടങ്ങിയ വിളിയാ. എനിക്ക് സത്യത്തിൽ ഇത് തരുന്ന ഒരു വലിയ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം കിട്ടിയ പോലത്തെ ഒരു സന്തോഷമാണ്. ഏതായാലും തമിഴ്നാട്ടിലേക്ക് പോകാനിരുന്നത് എന്തിനായിരുന്നു? ഹലോ ശ്രീ ഗോപകുമാർ, തമിഴ്നാട്ടിലേക്ക് പോകാനിരുന്നത് എന്തിനായിരുന്നു? തമിഴ്നാട്ടിലാണല്ലോ ബിസിനസ്. അവിടെ തമിഴ്നാട്ടിലാണ് ബിസിനസ്. നമുക്ക് ചെറിയൊരു കടയും കാര്യങ്ങളായിട്ട് തമിഴ്നാട്ടിലാണല്ലോ ബിസിനസ്. ശരി. അപ്പൊ അത് നമ്മൾ പോവാനുള്ള ഒരു പദ്ധതി ഇട്ടതാണ്. അപ്പോഴാണ് ഇന്നലെ വിളിച്ചപ്പോ കിരൺജി പറഞ്ഞു ഇങ്ങനെ നാളെ വരുന്നുണ്ട്, എന്തായാലും വരുന്നുണ്ട് പറഞ്ഞു. അത് ശരി. അപ്പൊ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലാണോ? അല്ല, ഞാൻ ഈരോട് മേട്ടൂർ പറയും. മേട്ടൂർ. ഓഹോ. മേട്ടൂർ ഡാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു തമിഴ്നാട്ടിലേക്ക് 90% വെള്ളം സപ്ലൈ ചെയ്യുന്ന ഡാം അവിടെയാണ്. അപ്പൊ അതിന് സമീപത്താണ് ഈ കടയുള്ളത് അല്ലേ? അതെ, കട അവിടെ അതിന്റെ അടുത്താണ് കട. ഓഹോ. ഓക്കെ. അപ്പൊ ഞാന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും. നമ്മുടെ കൊല്ലത്തുനിന്ന് വിളിക്കുന്ന ജയചേച്ചി, അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുണ്ട് കേട്ടോ. മനോഹരന്റെ ഫാൻസാണ് ഞങ്ങളൊക്കെ.
അല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനും കൃത്യമായിട്ട് എന്നുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കാനും കിരൺജി കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുണ്ടെന്ന് പറയല്ല. അപ്പൊ ഞങ്ങള് ഒരുപാട് ദിവസം കാണാണ്ടാവുമ്പോ അങ്ങനെ വിളിക്കുന്നതാണ്, അന്വേഷിക്കുന്നതാണ്. അപ്പൊ അങ്ങക്ക് നമുക്ക് ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ സർക്കാർ നിലപാട് മാറ്റുമോ ശ്രീ ഗോപകുമാർ? തീർച്ചയായിട്ടും മനോജി, സർക്കാർ മാറ്റിയല്ലേ പറ്റുള്ളൂ. ഇതിപ്പോ ഇന്നലെ ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചു. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, നായര് പിടിച്ച ഒലിവാലെന്ന്. അതുമാതിരി പൊന്നിയുടെ വാലിൽ പിടിക്കും ചെയ്തു. ഇപ്പൊ ഇനി വിടാനൊക്കത്തില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. വിട്ടാലും കടിക്കും വിട്ടിലേലും കടിക്കും എന്ന് പറഞ്ഞ മാതിരിയാണ്. പ്രതിസന്ധിയിൽ പെട്ട് കിടക്കുകയാണോ ഈ സർക്കാർ ഇടതു മുന്നണി? തീർച്ചയായിട്ടും പ്രതിസന്ധി എന്ന് പറഞ്ഞ പോലെ ഇവര് പറയുന്നത് മറ്റേ സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്. സ്ത്രീ ലിംഗ സമത്വം ആണ്, സ്ത്രീ തുല്യതല്ല, ലിംഗ സമത്വത്തിന് വേണ്ടിയിട്ട് പോരാടും. അതിന് കോടതി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ കോടതിക്ക് അറിയില്ലല്ലോ ഓരോ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ആചാരങ്ങൾ എന്താണ്. നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന കോടതിക്ക് അറിയോ കേരളത്തിലും മറ്റ് അമ്പലങ്ങളിലും നടക്കുന്ന കൃത്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ? അതായത് ഓരോ അമ്പലങ്ങളിലും ഓരോ വിശ്വാസങ്ങളാണ്, ഓരോ അമ്പലത്തിനും ഓരോതാണ്. അപ്പൊ നമ്മള് ശബരിമല അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് കല്യാണം, അതായത് ഈ ഋതുമതിയായിട്ടുള്ള സ്ത്രീകള് അമ്പലത്തിലേക്ക് വരാൻ പാടില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 10-11 വയസ്സ് വരെയുള്ള സ്ത്രീകളെ കുട്ടികളെ കയറ്റിയിരുന്നു. പിന്നെ 50 വയസ്സിന്റെ മേലുള്ള കുട്ടികളും കയറ്റുന്നുണ്ട്. സ്ത്രീകളെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തെടുക്കുമെന്നല്ല. അപ്പൊ ഏതായാലും സർക്കാർ നിലപാട് മാറ്റുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? സർക്കാർ നിലപാട് മാറ്റിയേ പറ്റൂ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഈ കാര്യത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ CPM, നമ്മൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ധൈര്യം ഉണ്ടെങ്കിൽ കാഴ്ചപ്പാടും നിലപാടും മാറ്റാത്തൊരു മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ കോടതി എന്ത് പറഞ്ഞാലും ഞാൻ അത് സ്ത്രീകളെ കയറ്റും. അന്ന് 3 പേര് കയറിയതാണല്ലോ, കനകദുർഗ, അമ്മണി, അങ്ങനെയുള്ള കുറച്ച് സ്ത്രീകളെ കയറിയത് മാത്രമല്ലേ ഉള്ളൂ. വേറെ ഒരാൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ കയറാൻ പറഞ്ഞിട്ട്. ഇപ്പോഴും നിലപാട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കയറ്റണ്ടേ? ആരും തടുക്കാൻ പോകുന്നില്ല, എല്ലാവർക്കും വേണ്ടിട്ട് പോവാം. പക്ഷെ ആരും വരുന്നില്ലല്ലോ, സ്ത്രീകള് ഒരു സ്ത്രീകൾ പോലും വരുന്നില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഇനി കോയമ്പത്തൂരിലേക്ക് ഇന്ന് പോവോ? ഇനി പോവില്ല. എന്തായാലും നാളെ സംസാരിക്കാൻ ആ സമയത്ത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ട്രെയിനിലാണെങ്കിൽ ഇപ്പൊ ഏറെ വിഷയം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. TV കണ്ടിട്ട് സംസാരിക്കാൻ പറ്റില്ല. യാത്രയിലാണെങ്കിൽ നാളെ വിളിക്കാൻ പറ്റില്ല. എല്ലാം തീർച്ചയായിട്ടും നാളെ വിളിക്കും. ശരി, ഓക്കെ, സന്തോഷം. അപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമൊക്കെ മാറ്റിവെച്ച് പൊതുവേദി കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുകയാണ്. പക്ഷേ കച്ചവടവും കാര്യവും നോക്കേണ്ടതുണ്ട്, അതും ഒരു വശത്തുള്ളൊരു കാര്യം. ഏതായാലും ശശികുമാർ കൂത്തുപറമ്പിൽ, സജികുമാറാണ്. സജികുമാർ, നമസ്കാരം. എല്ലാ ഒരു 10 ദിവസമായിട്ട് നിങ്ങളെ കാണാനില്ല. പിന്നെ സജികുമാർ എന്നെ അന്വേഷിച്ചോ? അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. കേക്ക് അത് ശരി, ആവശ്യമില്ല, പോയിക്കോട്ടെ. സഹോദരൻ എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? അല്ല, ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ, ഈ പ്രായം കൂടുന്നതിന് സൗന്ദര്യം കൂടുന്ന രഹസ്യം എന്നാ? അല്ല അതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും 50 വയസ്സായി. ആണോ? അത് ശരി, അത് ഞാനത് അതീവ രഹസ്യമായിട്ട് പറഞ്ഞുതരാം, അടുത്തൊരു ദിവസം പറഞ്ഞുതരാം. ഈ പ്രായം കൂടുന്നതിന് സൗന്ദര്യം കൂടുന്ന രഹസ്യം എന്നാ? ആ ഒരു രഹസ്യമോ എന്ന പൊതുവേദിയിൽ പറയുന്നത് എന്നാ? ശരി, ഓക്കെ, താങ്ക്സ്. അപ്പൊ സജി, സുഹൃത്ത് സഹോദരനോടും ഇതൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പൊതുവേദി സ്ഥിരം കാണുന്നു എന്ന് അറിഞ്ഞാൽ സന്തോഷം. നമുക്കൊരു ദിവസം കാണാം. ജയരാജൻ എന്നോടൊപ്പം ചേരുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ്, കഴിയാറായി, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കാം. സജി നമ്മുടെ സുഹൃത്താണല്ലോ. അപ്പൊ ഞാനിത് പറഞ്ഞുതരാം, ആ രഹസ്യം, സൗന്ദര്യം നിലനിർത്തുന്ന രഹസ്യം പറഞ്ഞുതരാം. ജയരാജ് കാണ്ടാമ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നു. ശ്രീ ജയരാജ്, നമസ്കാരം. ശ്രീ ജയരാജിന് എന്ത് തോന്നുന്നു? ജയരാജ്, ഈ ഇടതു മുന്നണി നിലപാട് തിരുത്തണോ? സാറേ, ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ്. ഞാൻ സാറിനോട് അന്വേഷിച്ചിരുന്നു. അത് ശരി. അപ്പം ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നില്ല. അതെ. അപ്പൊ ഞാനതൊന്ന് കാണാത്ത കാരണം കിരൺ സാറിനോട് ചോദിച്ചു. അന്നേരം അടുത്ത ദിവസം തന്നെ വരും എന്ന് പറഞ്ഞു അല്ലേ? എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു. എന്നെ അന്വേഷിച്ചതിലും വലിയ സന്തോഷം. പല പ്രേക്ഷകരെ എന്നെ അന്വേഷിക്കുന്നു എന്ന് അറിയുന്നതിൽ തന്നെ വലിയ സന്തോഷം. തീർച്ചയായിട്ടും. നമ്മുടെ കാടാമ്പുഴയിൽ നിന്ന് മറ്റൊരു അഹമ്മദ് ബാബു കൂടി ഉണ്ട്, അദ്ദേഹത്തെ കാണാനില്ലെന്ന് വരുമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമല ഈ സർക്കാരിനെ ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ ഇത് പ്രതിസന്ധിയിലാക്കുമോ? ഇല്ല സാറേ, അങ്ങനെ വരാം. സർക്കാർ ഇതിന് കക്ഷിയല്ലല്ലോ സാറേ. ഇതിന്റെ നിയമവശം വെച്ച് നോക്കുമ്പോൾ സർക്കാർ ഇതിനൊരു കക്ഷിയേ അല്ല. കാരണം പിന്നെ ജനാധിപത്യ രീതിയിലിരിക്കുന്ന ഒരു സർക്കാരിനോട് എന്താണെന്നും കോടതി ചോദിക്കുമല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമല്ലോ. ഇപ്പൊ നമുക്കറിയാം 91 മുമ്പ് സാറേ സ്ത്രീകൾ ശബരിമല കയറിയതാണ്, അല്ലേ?
അതാണ് പിന്നെ കോടതി വിധി ഇനി സ്ത്രീകൾ കയറണ്ടെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അതുവരെ വേറൊരു അയ്യപ്പനും അത് കഴിഞ്ഞാൽ വേറൊരു അയ്യപ്പനും നമ്മുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല സാറേ. നമ്മുടെ ഈ ചെറിയ ബുദ്ധി വെച്ചൊന്ന് അല്ല, ആലോചിക്കും. ഞാനിപ്പോ അതിൽ കയറണോ വേണ്ടേ എന്നുള്ളൊരു തർക്കം കോടതിക്ക് മുന്നിൽ ഇരിക്കുകയാണല്ലോ. നേരത്തെ ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, അതുപോലെ നരിമാൻ, അതുപോലെ ഖൻവിൽക്കർ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര ചേർന്ന ഒരു വിധി വന്നു. ആ വിധിയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയാണ് ഭൂരിപക്ഷ വിധിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് മാറുന്നത്. പക്ഷേ ഇപ്പം അത് പുനഃപരിശോധനയ്ക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സർക്കാരിന് ഒരു നിലപാട് വ്യക്തമാക്കണം കോടതിയുടെ മുന്നിൽ. നേരത്തെ ഒരു നിലപാടുണ്ട്, അത് സർക്കാരുകൾ മാറുമ്പോൾ മാറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിലപാട് സർക്കാരിന് പറയേണ്ടതുണ്ട്. അതിൽ എന്ത് നിലപാട് പറയും എന്നറിയാൻ വലിയ ആകാംക്ഷയുണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നു. സർക്കാർ ആദ്യം തന്നെ ഇത് പറഞ്ഞതാണല്ലോ. ഈ വിധി കഴിഞ്ഞ വിധിക്ക് മുമ്പ് തന്നെ സർക്കാർ കൊടുത്തിരുന്നല്ലോ. കാരണം പക്ഷെ അന്നെടുത്ത യുവതീ പ്രവേശം അനുവദിക്കാം എന്നെടുത്ത നിലപാട് ഇന്നും അതേ കടുംപിടുത്തത്തോടെ ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ NSSനുള്ള മറുപടി എന്ത്? ഇതിനൊക്കെ പറയേണ്ടി വരില്ലേ? മറുപടി കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഒരു നിലപാട് അന്നും ഇന്നും ഒരു നിലപാട് തന്നെ ആണ് സർക്കാർ എടുത്തു പോകുന്നത്. തീർച്ചയായിട്ടും അത് മാർച്ച് 15-ാം തീയതി അല്ലേ അതിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കൊടുക്കും. കാരണം ഇവിടെ നിലപാട് ഒരുപാട് മാറിയ മറ്റുള്ള പാർട്ടികളുണ്ട്. അവരെ കുറിച്ചൊന്നും ആരും മിണ്ടുന്നില്ല. ഈ വിധി വന്നപ്പോൾ ഫസ്റ്റിലെ ഇതിന് അഭിപ്രായം പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി, സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ. ഇതുപോലെ തന്നെ ഈ നമ്മുടെ ശബരിമലയും അതുപോലെ മഹാരാഷ്ട്രയുള്ള വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ സാറേ. അവിടെ സ്ത്രീകള് ഈ വിധി കണ്ടിട്ട് കയറാൻ ചെന്നപ്പോൾ അവിടുത്തെ പൂജാരി അതിനെ അനുവദിച്ചില്ല. അതിന് അവിടുത്തെ മറ്റേ സംഘപരിവാറും അവിടുത്തെ പൂജാരിയുടെ കയ്യും കാലും തല്ലി ഓടിച്ചിരിക്കുന്നു കയറ്റാൻ വേണ്ടിയിട്ട്. സാറേ ഇത് നോക്കിക്കോളൂ. കാരണം ഒരു 100 അടുത്ത കൊല്ലം നമ്മുടെ കഴിഞ്ഞിട്ടൊരു 4-5 തലമുറ കഴിയുമ്പോഴത്തേനും ഇവിടെയുള്ള സംഘപരിവാറുകാർ പറയും ഞങ്ങള് സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചതാണ്, ഇവിടെയുള്ള സഖാക്കൾ അതിന് സമ്മതിച്ചില്ല എന്ന് ഇവരുടെ തന്നെ നാവുകൊണ്ട് പറയുന്ന അന്നത്തെ തലമുറയിൽ നമുക്ക് എങ്ങനെയും അതിങ്ങനെ പറച്ചിലുണ്ടാവും. ഏതായാലും ഈ ശനി ഷിഗ്നാപൂർ ക്ഷേത്രത്തിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അവിടെ വലിയൊരു മാറ്റം നടന്നു. ഇവിടെ അറിയില്ല എന്താണ് പ്രശ്നം. കാരണം വെച്ചാല് അതുപോലെ നമ്മുടെ മറ്റേ ശ്രീധരൻപിള്ള സാർ അന്നത്തെ BJPന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ RSSന്റെ അജണ്ടയായിരുന്നു സ്ത്രീകളെ കയറ്റണം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. കാരണം ഇവർക്കൊന്നും ഇല്ല സാറേ നിലപാടില്ലാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. TD സോസിന് എന്താ പറഞ്ഞത്, ഉമ്മൻചാണ്ടി സാർ എന്താ പറഞ്ഞത്, രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്, AK ആന്റണി എന്താ പറഞ്ഞത്, നമ്മൾ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഇതിനെ എതിർത്ത ഒരേ ഒരു കക്ഷി അന്നും ഇന്നും NSS മാത്രമേ ഉള്ളൂ. RB ബാബു അതൊക്കെ ഇന്നാളും ചർച്ചയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു സ്ത്രീകളെ കയറ്റുന്നതിന് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ ഒരു നിലപാട് വേണ്ടേ? ഇവരും അല്ലെങ്കിൽ നാളെയല്ല മറ്റന്നാൾ ഭരണത്തിൽ വരുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഇവർക്ക് ഒരു അരക്കുഴമ്പ നയങ്ങളും അപ്പൊ സർക്കാരിന് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. സർക്കാർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കും. സർക്കാർ അത് പറഞ്ഞു കൊടുക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം സാറേ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കാടാമ്പുഴയിൽ നിന്ന് ശ്രീ ജയരാജാണ് വിളിച്ചത്. അദ്ദേഹം നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ എപ്പോഴും വളരെ കൃത്യമായ ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യാറുണ്ട്, ഇന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശിവദാസൻ കൂടി ചേരുകയാണ് എന്നോടൊപ്പം. ബാലരാമൻ വരുത്തുന്നത്. ശ്രീ ശിവദാസൻ. സുഖം. കുറെ കാര്യം ഞാൻ തിരക്കായിരുന്നു. പ്രിന്റല്ല അല്ലാതെ തിരക്കിയപ്പം സാറ് പൊതുവായിട്ട് കാര്യത്ത് പോയി തരാം. അസുഖമല്ല, വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞു. ഓക്കെ, സുഖമാണല്ലോ സാറിന്? ഓക്കെ സാറേ, ഈ ശബരിമല വിഷയം പക്ഷെ പറയുകയാണെങ്കിൽ നമ്മൾ ആചാരം അനുസരിച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പക്ഷേ ഈ 10 വയസ്സിന് മേലുള്ള താഴോട്ടുള്ളതും 50 വയസ്സിന് മേലുള്ള സ്ത്രീകളും പോകുന്നുണ്ട്. നമ്മുടെ വിഷയം അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ അതിന്റെ വിഷയം സാറേ അതാണ്. അതല്ല പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം കോടതി എന്ത് പറയുന്നോ അത് കേൾക്കുക. അത് കേട്ടിട്ട് ആലോചിച്ച്, അതായത് എല്ലാ ഭരണകക്ഷി എല്ലാ വിശ്വാസികളെയും, അത് കോൺഗ്രസ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും BJP ആയാലും മറ്റ് മതസൗഹാർദ്ദക്കാരെ വിളിച്ചിട്ട് ഈ ഒരു മാന്യമായി ഇരുന്ന് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് എടുക്കുക. രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത്. പിന്നെ രാഷ്ട്രീയം കളിച്ച് വന്ന പിന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് പറഞ്ഞാലും അത് അംഗീകരിച്ച് പറഞ്ഞിരുന്നാലും അവർക്ക് തിരിച്ചടി ഉറപ്പായി ഉണ്ടെന്ന് സമൂഹം എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ കാണിച്ച രീതി, 3 സ്ത്രീകളെ കൊണ്ട് കയറ്റിയ രീതി നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. സമയം അതിക്രമിച്ചു പോകുന്നതുകൊണ്ടാണ്. ശിവദാസൻ ബാലരാമപുരം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി അടുത്ത ദിവസം വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ സമയം ഇങ്ങനെ അതിക്രമിച്ച് പോകുന്നുണ്ട്. എനിക്ക് ചില കമൻറ്റുകൾ കൂടി വായിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ CA എന്നോട് പറയുന്ന ഏർലി മെൻസ്ട്രേഷൻ്റെ കാര്യം പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. അത് നോക്കാം. അപ്പം അതുപോലെ എന്നോട് ഷിജു ചോദിക്കുകയാണ്,
you think you have the excitement, what people are discussing about you in പൊതുവേദി while you are off duty എന്നാണ്. നമ്മളില്ലാത്തപ്പോൾ നമ്മളെ ആളുകൾ ഓർക്കുന്നു എന്നത് നമ്മൾ ഉള്ളപ്പോൾ നമ്മൾ അവരോട് ആ ഒരു ആത്മാർത്ഥത വ്യക്തമാക്കിയത് കൊണ്ടാകണം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഷിജു എന്നോട് ചോദിക്കുന്നത് ഞാൻ വളരെ സന്തുഷ്ടനാണോ, വളരെ എക്സൈറ്റഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആളുകൾ എന്നെക്കുറിച്ച് ഞാൻ ഇല്ലാത്തപ്പോൾ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനേക്കാൾ ഉപരി ഒരു വലിയ ഒരു സന്തോഷം ഉണ്ടോ? നമ്മളെ ആളുകൾ അന്വേഷിക്കുന്നു, ഓർക്കുന്നു എന്നത് തന്നെയാണ്. ഒരുപക്ഷെ അത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒരു വലിയ കാര്യമല്ലേ. അത് ഒരിക്കലും അതിന് ചെറുതായി കാണാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തരുന്ന സന്തോഷം 100 പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനേക്കാൾ 100 മടങ്ങാണ്. അപ്പോൾ അതാണ് ഷിജു. അതോടൊപ്പം കൃഷ്ണദാസ് എന്നോട് പറയുന്നത് എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരുടെ എല്ലാം ബൈലോ പ്രവർത്തനം എല്ലാം ഒരുപോലെയാണോ എന്ന് കൃഷ്ണദാസ് ചോദിക്കുന്നു. ശശിധരൻ പിള്ളൈ എന്നോട് പറയുന്നു സെബാസ്റ്റ്യൻ മറ്റു മതങ്ങളെ മാനിക്കാൻ പഠിക്കണം, തിരിച്ച് നിങ്ങളുടെ മതങ്ങളെ വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. സ്ത്രീ ശക്തിയുടെ പര്യായമാണെന്ന് ശക്തിമാൻ പറയുന്നു. ദുർഗാദേവിയാണ് മഹിഷിയുടെ സഹോദരൻ മഹിഷാസുരനെ വധിച്ചത്. സ്കൂൾ ഓക്കെ ഐ ആം എൻ എത്തീസ്റ്റ്, എനിക്ക് മതമില്ല എന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. ഓക്കെ, അപ്പോൾ സുജാത എന്നോട് ഹായ് മനു എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഹായ് സുജാത കേൻ. ഓക്കെ, അതുപോലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോ എന്ന് എന്നോട് ചോദിക്കുന്നു. എത്തിയതിൽ സന്തോഷം, ഫസ്റ്റ് ആരോഗ്യം തന്നെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ സുജാത കെ.എൻ. പറയുന്നുണ്ട്. അപ്പോൾ സുജാതയ്ക്ക് സന്തോഷം അതിപ്പോൾ അങ്ങനെ പറഞ്ഞത്. ശബരിമല ക്ഷേത്ര ആചാരങ്ങളിൽ ഇടപെട്ടാൽ തിരിച്ചടി ഉണ്ടാകും, നിലപാട് തിരുത്തുന്നതാണ് നല്ലത് എന്ന് സുജാത ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഷീല പറയുന്നു ആചാരങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് ഷീല പ്രസാദ് പറയുന്നു. സ്ത്രീ പക്ഷ സർക്കാരുകളിൽ നിന്ന് നിങ്ങളാരും ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നു. കാലോചിതമായ തീരുമാനങ്ങൾ കോടതി ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സന്തോഷ് കുമാർ പറയുന്നു. ശശിധരൻ, അപ്പോൾ എൻ്റെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് പോകാൻ കഴിയാത്തത്. പക്ഷേ നമുക്ക് അടുത്ത ദിവസം അവരൊക്കെയായി ഈ വിഷയം ചർച്ച ചെയ്യാം. ഏതായാലും ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. പ്രേക്ഷകരോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യം, ഈ പ്രതിസന്ധി മറികടക്കാൻ ഇടതുമുന്നണിക്കാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അതിൽ 26% ആളുകൾക്ക് എന്നോട് പറഞ്ഞത് ഈ പ്രതിസന്ധി മറികടക്കാൻ ഇടതുമുന്നണി കഴിയുമെന്നാണ്. പക്ഷേ 74% ആളുകൾ അതിന് കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യും. ഏതായാലും ഒരു വലിയ രാഷ്ട്രീയ സന്നിഗ്ധ ഘട്ടത്തിൽ തന്നെയാണ് കേരളം ഉള്ളത്. ഇവിടെ എന്ത് തീരുമാനമെടുക്കും എന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ ക്രമസമാധാനത്തെ പോലും ബാധിക്കുന്ന ഒരു സംഭവമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പുകളിൽ ശബരിമലയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യുവതീ പ്രവേശവുമൊക്കെ വലിയ തോതിൽ ചർച്ചയാകും. അത് ആർക്കനുകൂലമായി എങ്ങനെ ഉരുത്തിരിയും എന്നത് ഫലം വരുന്ന ദിവസങ്ങളിൽ കാണാം. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊരു അഗ്നിപരീക്ഷയുടെ കാലം കൂടിയാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.